So, hey guys, Sri here. Welcome back to the podcast. Sri here. നമുക്ക് രണ്ട് ഗസ്റ്റുകളുണ്ട്. ഗസ്റ്റുകളല്ല, നമ്മള് പഴയ രണ്ട് ആളുകളാണ്. ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് പോയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയ വീഡിയോസിൽ ഒന്നാണ് നമ്മളന്ന് ശിവൻ, സാറ്റൻ എല്ലാം ഒന്നാന്ന് പറഞ്ഞ വീഡിയോ. ഞങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ആണ്. ബാക്കി എല്ലാ വീഡിയോ 300-200 വ്യൂസ് പോയപ്പോൾ ഒരു ദിവസം എണ്ണീറ്റ് നോക്കിയപ്പോൾ അത് 20,000 വ്യൂസ്. അപ്പൊ അങ്ങനത്തെ വീഡിയോ ആണ്. ദിസ് ഇസ് കൈലാസ് and this is Sachin Balanandran. അപ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ് ഗൈസ്. കൈലാസിന് മുന്നേ വന്നിട്ടുണ്ട്, എന്നാലും ഒരു എന്നും കാണാത്തവർക്ക് വേണ്ടി. അല്ല, ഞാൻ വലിയൊരു തിങ്കറൊന്നും അല്ല, ഞാൻ ജസ്റ്റ് ഒരു കോമണറാണ്. എപ്പോഴും പറയണ പോലെ അതെ. പക്ഷേ എന്താ ഇങ്ങനൊരു എടാ അല്ല, ഇങ്ങനെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ലൈക്ക് എനിക്കുള്ളൊരു തോട്ട് പ്രോസസ്, ഇവർക്കുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാം കൂടെ ഒന്ന് അലൈൻ ചെയ്യുമ്പോൾ കുറെ പുതിയ നോളജ് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ഒരു ഡിസ്കഷൻ ഇവിടെ വന്നതും. ഇപ്പൊ ജസ്റ്റ് ഞങ്ങൾ റെപ്രസെന്റേറ്റീവ് മാത്രമാണ് ഈ കോമൺ. അതുപോലെ തന്നെ സച്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മാട്രിക്സിനെതിരെ പോരാടുന്ന മാട്രിക്സിലെ ഏറ്റവും വലിയ കമ്പനിയായി ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. ഓക്കെ, അപ്പോ നമ്മളിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഇൻഡു സച്ചിൻ തന്നത് പോലെ എന്താ പറയണേ, നമ്മളെ കുടുക്കിൽ ആക്കിയ ആളുകളെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ കുടുക്കിലാണോ, യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവം, ഈ പൃഥ്വിരാജും എന്താ ചില സിനിമാ നടന്മാരും ഒക്കെ പറയുന്ന പോലെ വി ലിവ് ഇൻ എ സിസ്റ്റം എന്നൊക്കെ പറയുന്ന കുറെ റീൽസ് കേട്ടിട്ടില്ലേ, എന്താണ് എന്ന് പലർക്കും അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ നോക്കുന്നത്. കാഷ്വൽ ആയിട്ട് പോവാം. എന്താ പരിപാടി? നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ഇഷ്യൂസ്. എന്റെ മൈൻഡ് ഇതാണ്, ഒരുപാട് ജെൻസി പിള്ളേരും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, അതേപോലെ ഒരുപാട് മില്ലിനിയൽസ്, ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. സോ അവരെല്ലാം നമ്മളൊക്കെ ഏത് കാറ്റഗറിയില്? ഒരു ജെൻസി എന്നും പറയാൻ പറ്റത്തില്ല. ഏത് വർഷം തൊട്ടാണ്? ഞാനൊരു കാര്യം പറയാം, അതൊരു മൈൻഡ് സെറ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കൊരിക്കലും പൂർണ്ണമായി അവരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ലൈക്ക് തിങ്കിങ്ങും ഫാഷൻ സെൻസും എല്ലാം നിങ്ങളുമായിട്ട് നമുക്ക് പൂർണ്ണമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയെന്നാണ് നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് നമ്മളൊരു ഗ്രേ ഏരിയക്കകത്താണ് ഇതിൻ്റെ ഇടയിൽ. അതിന് വേറെന്തൊരു പേരുണ്ട്, എനിക്ക് അറിയത്തില്ല എന്തോ പറയുന്നത്. അതറിയാം, പക്ഷെ നമുക്കതാവാൻ പറ്റുന്നില്ല. അതാണ് ഇഷ്യൂ. പറ്റുന്നില്ല. ആൾക്കാരൊരു ഓരോന്ന് നമ്മുടെ ഒരു കൺസെപ്റ്റില് എന്താ പറയണ, ഡാഡികളുടെ പുറകെ നടക്കുന്ന എല്ലാരും ജെൻസീസ് ആണെന്നാണ് എന്ന് പറഞ്ഞ. ഇപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല, ശരിയാണ്. മൈക്ക് എവിടെ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഒരുപാട് ആൾക്കാരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡിപ്രഷനും കാര്യങ്ങളും തുടങ്ങാം. ഡിപ്രഷൻ എന്താ വെച്ചാൽ ഡിപ്രഷൻ? എനിക്ക് നിങ്ങളുടെ ചോദിക്കുള്ള വാട്ട് ഈസ് ഡിപ്രഷൻ എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ, ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. പേഴ്സണൽ ലെവലില് എനിക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷന്റെ ഏതെങ്കിലും ഫേസിൽ കൂടി കടന്നു പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു സ്വന്തം കാര്യം ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴായിരുന്നു അത് ഇച്ചിരി പേഴ്സണൽ സ്റ്റോറിയാണ്, അത് വെളിയിൽ പറയാൻ പറ്റത്തില്ല. ഔട്ട്ലൈൻ ഒരു പെണ്ണുണ്ടായിരുന്നു. കുറച്ച് ലൈഫ് സർക്കംസ്റ്റൻസസ് ഉണ്ടായി. 19-ാം വയസ്സിൽ ഭയങ്കര ഹാർഡ് ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം വന്നു. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. അതും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നെങ്കിൽ അവിടെ കരഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇല്ല, ഇത് ബ്രേക്കപ്പ് ഒന്നും ഇല്ല. ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യം. ഡിപ്രസ്ഡ് ആയിരുന്നു. എനിക്കിത് വെളിയിൽ പറയാൻ പറ്റത്തില്ല ആരുടെ. അന്ന്
പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാരും ഇല്ല. അന്ന് പക്ഷേ കുറേ ആൾക്കാരെ കണ്ടുമുട്ടി, പറഞ്ഞവരുടെ അടുത്തൊക്കെ എന്താ പറയുന്നത്, അതൊരു വേ ഓഫ് ലോൺലിനെസ് ആണോ തോന്നിയത്? ലോൺലിനെസ് അല്ല, അന്ന് മനസ്സിലാക്കാൻ, അന്ന് എൻ്റെ കൂടെ ഉള്ളവർക്ക് എന്നെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ സമപ്രായക്കാരുമായിട്ടേ ഉള്ളൂ കൂട്ടുകെട്ട്. അവർക്കൊന്നും ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിലൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഫണ്ണി തിങ് ഈസ് അതൊരു ഫേക്ക് ആയിരുന്നു, പക്ഷെ ഞാൻ ഡീൽ ചെയ്തു. ഒരു പോരാളിയാണ് കൂടെ ഉള്ളത്. അതെ, ഇത് കാണുന്ന മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. പക്ഷെ ഐ ബിലീവ് ഡിപ്രഷൻ ഓൺലി കംസ് വൺസ് ഇൻ എ ലൈഫ്. അത് തന്നെയാണ് ഞാൻ ഇന്നലെ ഇവരോട് പറഞ്ഞത്. ഡിപ്രഷൻ ഈസ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം. ചിലവർക്ക് അത് 1 മാസം, ചിലവർക്ക് അത് 2 മാസം, ചിലവർക്ക് 1 വർഷം, ചിലവർക്ക് 30 വർഷം. ഈ ലൈഫ് ഫുള്ള് ഡിപ്രസ്ഡ് ആവുക എന്ന് പറയുന്ന സംഭവമില്ല. ഡിപ്രഷൻ എന്താണെന്ന് അറിഞ്ഞ് അത് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് വാസ്, ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഞാൻ വിഷമപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അതുപോലൊരു വികാരം മാത്രമാണ്. നമ്മളുടെ ഡിപ്രഷൻ സംഭവിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വെച്ച് നമ്മളുടെ ലൈഫ് ഭയങ്കരമായ ഡിഫിക്കൽട്ടീസിലൂടെ, അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഇമോഷണൽ ആൻഡ് മെന്റൽ സ്ട്രെസ് നമുക്ക് അനുഭവിക്കുമ്പോൾ നമ്മുടെ ബോഡി വിചാരിക്കും, ഓക്കെ ശ്രീ സഫറിങ്. എന്താണ് സഫറിങ്ങിന്റെ കാരണം? അവന്റെ ഫീലിങ്സ്, തിങ്കിങ്, ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെയാണ് കാരണം. ഓക്കെ, ഇതിനെന്താ മരുന്ന് കൊടുക്കാൻ പറ്റുന്നത്? ഓക്കെ, ലെറ്റ് സപ്രസ് ഹിസ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ, അങ്ങനൊരു നമ്മളുടെ ജീവിതം തന്നെ നമ്മളെ തോപ്പിച്ച് നമ്മുടെ സഹനശക്തി കൂടി ഇതാവുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫെൻസ് മെക്കാനിസം ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ ഫീലിങ്സിൽ നിന്ന്, ഇപ്പം പല ഫീലിങ്സും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ബോഡി കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഇപ്പം വികാരങ്ങളുടെ റിസപ്റ്റേഴ്സിനെ ഇല്ലാതാക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ എന്നെ വന്ന് അടിച്ചു, അപ്പൊ ആദ്യമേ നമുക്ക് എന്താ തോന്നുന്നത്? ദേഷ്യം തോന്നും, തിരിച്ചടിക്കാൻ തോന്നും, അവനെ കുത്താൻ തോന്നും, കൂട്ടുകാരെ വിളിക്കും. പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം സഹിച്ച് വന്ന ഒരാൾക്ക് ഈ സിംറ്റംസ്, ഈ വികാരം സപ്രസേഴ്സ് ഓഫ് ആയി കഴിഞ്ഞാൽ, ഒരാൾ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അടുത്ത പരിപാടി എന്താ? ഭൂമി പോകണം, കഞ്ഞി ഉണ്ടാക്കണം. ഈ ഒരു മോഡിലേക്ക് പോയി നമ്മളുടെ എക്സ്റ്റേണൽ ലൈഫിൽ നിന്ന് വരുന്ന ഡോപ്പമിൻ നമുക്ക് ഇല്ലാതായി വന്ന് നമ്മൾക്ക് പിന്നെ ഒരു വികാരങ്ങളും ഇല്ല. സ്റ്റോയിക് ആവും ഒരു രീതിയിൽ. സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ വികാരമില്ലായ്മയല്ല. വികാരമില്ലായ്മയല്ല. സ്റ്റോയിസിസം ഈസ് learning how to control emotions. Okay. This is, you don't get in it. First point നമുക്ക് emotions ഇല്ല. നമുക്കിപ്പോ ഒരു ഏറ്റവും കൂടിയ ഒരു ഫോൺ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ലംബോർഗിനി കാർ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാലോ നമുക്ക് വാങ്ങിച്ചാലോ നമുക്ക് സന്തോഷം തോന്നാത്തൊരവസ്ഥയാണ്. മനസ്സിലായോ? യു ആർ ലിറ്ററലി, നമ്മളുടെ ബോഡിയിൽ നമുക്ക് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഓഫ് ആവും. നീ എന്ത് ചെയ്താലും നിനക്ക് സന്തോഷമില്ല. അതെന്താണ് യഥാർത്ഥത്തിൽ? നിനക്ക് എന്തെങ്കിലും ചെയ്ത് സന്തോഷമായാലോ നിനക്ക് ദുഃഖമായാലോ നീ സഫർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബോഡി നിന്റെ ഡിഫൻസ് ഓൺ ആക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നെ കഴിഞ്ഞ 3 വർഷം ദ്രോഹിച്ച് ഇല്ലാതാക്കി. ബ്രോ ഡോണ്ട് വറി, ഐ എം ഹിയർ ടു ഹെൽപ്പ്. ഇനി നിന്റെ എക്സ്റ്റേണൽ സാധനങ്ങൾ വന്നാൽ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ഡിഫൻസ് ആണത്. My next question is, you believe you've been through depressed? I believe I have lost my dopamine. എന്താ പറയുന്നത്, ഒരു സന്തോഷം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിപ്രഷൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇതിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം ലൈക്ക് ആ ഒരു സ്റ്റേറ്റ് എത്തിയ ആൾക്ക് തിരിച്ച് ട്രാവൽ ചെയ്ത് പോയാൽ നല്ല പാടായിരിക്കത്തില്ല? ഉറപ്പായിട്ടും. കാരണം ഇല്ല, എനിക്ക് ഈ എന്റെ മൈൻഡിൽ തെറ്റിയതാണ് ഡിപ്രഷൻ സാഡ്നെസ് ആണെന്നുള്ളത്. ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരാള് അഡിക്റ്റ് ആവുക എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമെങ്കിലും നമ്മൾ എന്താ പറയുന്നത്, അഡിക്ഷൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഡൈസെക്ട് ചെയ്യുവാണെങ്കിൽ യു ഗെറ്റ് വെരി കംഫർട്ടബിൾ ആൻഡ് യൂസ് ടു ഇൻസ്റ്റാഗ്രാം ആണ് യഥാർത്ഥത്തിലാവുന്നത്. ഇൻസ്റ്റാഗ്രാം അഡിക്റ്റ്, ഒരു 3-4 വർഷം ഇൻസ്റ്റാഗ്രാം അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പിഴുതെറിയാൻ എന്തോരം പാടാണോ, ഇറ്റ്സ് ദ സെയിം തിങ് ഡിപ്രഷനിൽ നിന്ന് വെളിവരാം. പക്ഷെ ഡിപ്രഷന് വേറൊരു സംഭവമുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ശരിക്കും കട്ട് ഓഫ് ആയി പോവുക. ബട്ട് ഇറ്റ്സ് എന്താണ്, ഒരു ഭയങ്കര സെൽഫ് റിയലൈസേഷൻ പീരീഡാണ്. നമ്മൾ ഉള്ളിലോട്ട് നോക്കാനാണെങ്കിലും സൂപ്പർ പവർ ആണത്. ഞാൻ എന്റെ ആ ഡിപ്രഷൻ പീരീഡ് ഈസ് ദ തിങ്. ഞാൻ വീട്ടിൽ വിളിക്കത്തില്ലായിരുന്നു. എന്റെ അനിയൻ, ഞാൻ കാനഡയിൽ പോയപ്പോൾ എന്റെ അനിയൻ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കത്തില്ല. കാരണം എനിക്കറിയത്തില്ല ഞാൻ എടുത്തിട്ട് എന്ത് പറയും, ഒന്നും പറയാനില്ല. ഇവർ ഞാൻ കഴിച്ചോന്ന് ചോദിക്കും, സുഖമാണോ ചോദിക്കും, കഴിച്ചില്ല സുഖമല്ല എന്ന് പറയാൻ പറ്റുമോ? എത്ര നാൾ പറയാൻ പറ്റും?
അങ്ങനെ 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 കട്ട് ഓഫ് ആയി. പിന്നെ ഐ സ്റ്റാർട്ടഡ് എന്താ പറയുന്നത്, ഈ ഡിപ്രഷൻ എനിക്കൊരു പവർ പോലെ ആയി തുടങ്ങി. കാരണം ഞാൻ എന്താണ് എന്ന് റിയലൈസ് ചെയ്തു. ഹൗ ആം ഐ, ഞാൻ എന്താണ്, എനിക്ക് സന്തോഷം തരുന്നത് എന്താണ് എന്ന് കണ്ടുപിടിച്ച് ഡ്രഗ്സ് ഉപയോഗിക്കുമായിരുന്നു. അവിടെ ലീഗലായിട്ട്, ഇവിടെ ഡ്രഗ്സ് ആണ്, അവിടെ ലീഗലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, സ്മോക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഇതൊക്കെ എന്നെ എന്താണ് ചെയ്യുന്നത്? കാരണം ഈ സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോൺലിനെസ്സും കൂടെ ആയി കഴിഞ്ഞാൽ, വൺ തിങ് ദാറ്റ് ഹാപ്പൻസ് ഇസ് യു ഗെറ്റ് എ ലോട്ട് ഓഫ് ടൈം ടു യുവർ സെൽഫ്. ഇപ്പോഴത്തെ ആൾക്കാർക്കും ശരിക്കും ഇല്ലാതെ പോകുന്ന ഒരു സംഭവമാണ് എലോൺ ടൈം എന്ന് പറയുന്നത്. എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാലേ, ഡിപ്രസ്ഡ് ആവുമ്പം ഐ ബിലീവ് നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ എല്ലാം കട്ട് ഓഫ് ആവത്തില്ലേ? അപ്പൊ നിങ്ങൾ യു ഹാവ് ദ റിയലൈസേഷൻ, ഞാൻ ഇങ്ങനെ ജീവിച്ച മൂഞ്ചത്തേ ഉള്ളൂ. ആ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ at that time you start to understand that you can also live like this and this is also a good life. പക്ഷെ ലൈക്ക് എല്ലാരും ആ ഒരു മൈൻഡ് ചിന്തിക്കണമെന്നില്ല. ഇപ്പൊ സോഷ്യലായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് he thinks social life is the life. ഇപ്പം ഈ ഒരു മൈൻഡിൽ ലോൺലിനെസ് അല്ലെങ്കിൽ ഇത് എൻജോയ് ചെയ്ത് വീട്ടിൽ നിൽക്കുന്ന ആളുടെ ചിന്താഗതി എന്ന് വെച്ചാൽ, ഞാൻ എന്തിനാ അവിടെ പോകുന്നത്, ചുമ്മാ കുറെ ഫേക്കന്മാരെ കാണുന്നത് എന്തിനാ, എനിക്ക് ഇവിടെ എന്റെ കാര്യം ചെയ്തു. സി പെർസ്പെക്റ്റീവ് ആണ്, നമ്മുടെ പെർസ്പെക്റ്റീവ് മൊത്തം ഷിഫ്റ്റ് ആവും. ഈ ഡിഫൻസ് മെക്കാനിസം നേരത്തെ ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടാവുന്നത്, ബോഡി ഫ്രണ്ടി മതിലുകൊണ്ട് വെക്കുമല്ല, ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ആൾട്ടറിങ് ദി ഹോർമോൺസ്. നമ്മുടെ കണ്ണും മൂക്കും ചെവിയൊന്നും ബോഡിക്ക് അടക്കാൻ ഒക്കത്തില്ല. ഇപ്പം ആ ഒരു ഫേസിൽ നിന്ന് മാറിയെന്നാണോ? യെസ്, ഓഫ് കോഴ്സ്. ഞാൻ ഹൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫർ എപ്പോഴാ വന്നതെന്ന് പറഞ്ഞാൽ, ഒരു 1.5 years I was lonely as F. പിന്നെ 2-3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒന്ന്, ഈ ലോൺലി ടൈം ഞാൻ പോലും അറിയാതെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് യൂട്യൂബ് വീഡിയോസ്, ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് റീഡിങ് ബുക്സ്. അപ്പോൾ ഞാൻ വായിച്ചു പോയി ഈ ഏലിയൻസ്, ഗോഡ്സ്, മതം, ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് പോയപ്പോൾ എൻ്റെ ബോഡിയിൽ ഞാൻ പോലും അറിയാതെ ത്രൂ ഔട്ട് ദി പീരീഡ് ഓഫ് 6 months ഇൻഫർമേഷനിൽ നിന്ന് എനിക്ക് ഡോപ്പമിൻ കിട്ടാൻ തുടങ്ങി. കാരണം ഞാൻ എന്ത് ചെയ്താലും, ഒരു ഡേറ്റിന് പോയാലും, ഒരു ഗേളിൻ്റെ കൂടെ പോയാലും, ടൈം സ്പെൻഡ് ചെയ്താലും, അല്ലെങ്കിൽ പുതിയ ഐഫോൺ 14, 15 ഒക്കെ ഇറങ്ങുന്ന സമയത്ത് പുതിയ ഐഫോൺ വാങ്ങിച്ചാലും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഒരു 6 മാസം ഞാൻ കണ്ടിന്യൂ ചെയ്തത് കൊണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഐ ആം ഏബിൾ ടു ഫൈൻഡ് ഹാപ്പിനെസ്. ബിക്കോസ് ആ ഒരു സ്റ്റേറ്റിൽ എനിക്ക് മനസ്സിലായി എനിക്കിനി ഹാപ്പിനെസ് ഇല്ല, ഐ എം ഡൺ. ഇനി ഒന്നെങ്കിൽ എന്താ പറയുന്നത്, ഒരു 2-3 വർഷം കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് ആളുകൾ സൂയിസൈഡിലേക്ക് പോകുന്നത്. ബിക്കോസ് സൂയിസൈഡ് എന്ന് പറയുന്ന സാധനം വി തിങ്ക്, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു തലമുണ്ട്. സൂയിസൈഡ് എന്ന് പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി പറയല്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു തോട്ട് പറയാണ്. വി തിങ്ക് ആളുകൾ ജീവിതം അടുത്ത് പോയി കയറി തൂങ്ങുന്ന ധൈര്യം കൊണ്ടാണെന്ന്. നോ, അവിടെ ധൈര്യമല്ല. ഹീ ഈസ് ആക്ച്വലി കൺവിൻസ്ഡ് ദാറ്റ് സൂയിസൈഡ് ഈസ് എന്താ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കാര്യങ്ങളൊന്നും അല്ല എന്ന് സ്വന്തം മനസ്സ് പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നുന്നുണ്ടോ, ഒരാളൊരു കയറ് കയറി കെട്ടി അതിനകത്ത് കഴുത്ത് മുറുങ്ങി ശ്വാസം മുട്ടി ചാവണമെങ്കിൽ അത് ധൈര്യം കൊണ്ട് പറ്റത്തില്ല. there should be a proper justification. ആ ഒരു ആക്ട് അവന്റെ മനസ്സ് അംഗീകരിച്ചാലേ അവനത് ചെയ്യാൻ പറ്റും. ഒരാൾക്കൊരു സൂയിസൈഡ് എന്നുള്ളൊരു തോട്ട് പറഞ്ഞു, അതായത് ഹ്യൂമൻ ബീങ്സിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോക്രിയേഷൻ ആൻഡ് സർവൈവൽ ആണ്. അത് മാറി ചിന്തിച്ച് ഇതുപോലെ ഒരു കയറ് കെട്ടി തൂങ്ങിയത്. നമ്മളിപ്പോ ഏത് ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മുടെ ബ്രെയിനുള്ളിൽ എപ്പോഴും ഡിബേറ്റ് എടുക്കും, 2 ഫേസ് തമ്മിൽ. എനിക്കൊരു ഡൗട്ട്, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഹൗ വാസ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്? ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ബാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മൈൻഡ്? ക്വാളിറ്റി ഓഫ് ലൈഫിനെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 പെർസ്പെക്റ്റീവിൽ നോക്കാം. ഒന്ന് ഫ്രം ദി ഔട്ട്സൈഡ് പെർസ്പെക്റ്റീവ്. ഞാൻ ഉദ്ദേശിച്ചതല്ല, പപ്പുകൊണ്ടൻ ഇപ്പം ആ ഒരു സ്റ്റേറ്റിലൂടെ സച്ചിൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്, അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ നെസസിറ്റീസും അവൈലബിൾ ആയിരുന്നു. ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തുവാണ്? ഫുഡ്, വാട്ടർ, ഫ്രണ്ട്ഷിപ്പ്, സോഷ്യലൈസിംഗ് എല്ലാം എന്ന് പറഞ്ഞാൽ there are trade-offs. In one hand, നമുക്ക് മനസ്സിലാവും വി ആർ കേപ്പബിൾ ഓഫ് സോ മച്ച് മോർ, അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടത്തോടെ നിൽക്കുന്നതിനായിട്ട് നമ്മൾ ഭയങ്കര പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതെന്താണെന്ന് പറഞ്ഞാൽ പീപ്പിൾ ക്യാൻ കണക്ട്. അതേസമയം നമ്മൾ ഈ സാധനം മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഓക്കെ, അപ്പൊ അവന്മാരുടെ കാര്യമില്ല, സോ ഓട്ടോമാറ്റിക്കലി സോഷ്യൽ സർക്കിൾ കുറയും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് ഞാൻ പറഞ്ഞില്ലേ,
അതിന്റെ രണ്ടാമത്തെ കാര്യമാണ് മറ്റേ നറൂട്ടോയിലൊക്കെ പറയുന്നതിന്റെ കണക്ക് ഭയങ്കരമായിട്ട് നറൂട്ടോയിലൊരു സാധനമുണ്ട്, ഷാരിങ്കാൻ എന്ന് പറഞ്ഞൊരു സാധനം. എന്ന് പറഞ്ഞാൽ അതിൽ അവർ പറയുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ ലോകത്തെ ഏറ്റവും ഡിയർ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു കാര്യം ഇല്ലാതാവുമ്പോൾ ബ്രെയിനിൽ ഒരു സ്പെഷ്യൽ ഫ്ലൂയിഡ് റിലീസ് ചെയ്ത് ആ ബ്രെയിൻ ഫ്ലൂയിഡ് ഒപ്റ്റിക് നെർവ്സുമായിട്ട് കണക്ട് ആവും. അങ്ങനെയാണ് ഷാരിങ്കാൻ ഉണ്ടാകുന്നതാണ് ഇത് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ചുമ്മാ ഇതൊക്കെ കണ്ടിട്ട് പോയപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയത്തില്ല, നീ ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിയിൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും മരണം അല്ലെങ്കിൽ നമ്മളെ ഒരു കൂട്ടുകാരൻ ചതിച്ചു, ഈ സംഭവങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എം 100% ഷുവർ ദാറ്റ് നമ്മൾ പിന്നെ അതുപോലൊരു ട്രാപ്പിൽ വീഴത്തില്ല. ബിക്കോസ് എന്താണ്, നമ്മളുടെ കണ്ണുകൾ എപ്പോഴും യുവർ ഐസ് വിൽ സെർച്ച് ഫോർ ട്രാപ്സ്. ഇപ്പോൾ ഒരാൾ നമുക്ക് ഒരു 5 വർഷം മുന്നേ നിന്നോട് ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള രീതിയിലല്ല നീ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. ബിക്കോസ് യു വിൽ ഓൾവേസ് ബി സെർച്ചിങ് ഫോർ ട്രാപ്സ്, നെഗറ്റിവിറ്റി. കാരണം ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ ഒരു ഡിഫൻസ് മെക്കാനിസം കിട്ടും. ആ ഡിഫൻസ് മെക്കാനിസം ഡിപ്രഷന്റെ ഒരു സൈഡ് എഫക്റ്റ് പോലെ വരുന്നതാണ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി എ സൂപ്പർ പവർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ഡിപ്രസ്ഡ് ആവാതിരിക്കാനല്ലേ ആ വാള് പണിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മെന്റാലിറ്റിക്കും ഇനിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു ഡിഫൻസ് മെക്കാനിസം വരും. ബിക്കോസ് യു ആർ ഏബിൾ ടു ഓവർ തിങ്ക് ആണ് സത്യത്തിൽ. അത് ഓവർ തിങ്കിങ് അറ്റ് ഇറ്റ്സ് പീക്ക് അല്ലേ. ഒരു സിനേറിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ഇവിടെ ഇരുന്നതിനകത്ത് ഒരു 10 വട്ടമെങ്കിലും ഈ ഫാൻ തറയിൽ വീഴുന്ന സിനേറിയോ അവർ ആലോചിച്ചിട്ടുണ്ട് ഇൻ ദിസ് 20 minutes. ഇത് വീണാൽ എന്ത് ചെയ്യും? ഓക്കെ, ഇത് വീണാൽ ഇവന്റെ ദേഹത്ത് തട്ട്, ഇവന്റെ ദേഹത്ത്, ഇതെല്ലാം കാൽക്കുലേറ്റിംഗ് ആണ്. മനസ്സിലായി? ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണോ? നോ, ബട്ട് ഇറ്റ്സ് ഹാപ്പനിങ് ഫോർ മീ. അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരു സൂപ്പർ പവർ ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഈ പ്രശ്നം എന്ന് പറയാൻ നെഗറ്റീവ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ഇൻസിഡൻസ് നമ്മുടെ ലോകത്ത് ഉണ്ടാവുമോ എന്നുള്ളത് നമ്മുടെ സറൗണ്ടിങ്ങിലെ ഡേറ്റ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ താഴെ ഇറങ്ങുമ്പോൾ തോർത്ത് കിടപ്പുണ്ടോ, സ്റ്റെപ്പിൽ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഫാൻ വീഴുവോ, അല്ലെങ്കിൽ ഈ ഗ്ലോബ് വീണ ഇവന്റെ കാലിൽ വീഴുവോ, ഇതിങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും ഡേഞ്ചറെ കാണും. മനസ്സിലാവും, എവിടെയും പോയാൽ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ബോഡി സർവൈവൽ മോഡിൽ മാത്രമായി പോകും. ആ പ്രസന്റ് കിട്ടാനുള്ള ഡോപ്പമിൻ നമ്മൾ റിസീവ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷൻ കഴിഞ്ഞിട്ട് ആളുകൾ മലയാള മണ്ടയില് ഒക്കെ പോയി നിന്ന് ചുമ്മാ ഇങ്ങനെ നിൽക്കും, ഇതെന്ത് ബാഡ് സത്യം എന്ന് വെച്ചാൽ ഹിസ് മൈൻഡ് ഈസ് സെർച്ചിങ് ഫോർ കൊക്കയാണ്, കൊക്ക ഇപ്പൊ വീഴും, കാറ്റ് ഇത്ര സ്പീഡിലാണ് അടിക്കുന്നത്, മാറി നിൽക്കുക, അവനെ മാറ്റും. അല്ല, ആ തോട്ടാണ് അവന്റെ മൈൻഡിൽ പോകുന്നത്. അപ്പോ അതിനെ കൺട്രോൾ ചെയ്യണം. അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്ന ദിവസം, ഫസ്റ്റ് ഡേ ഇങ്ങനൊരു സാധനം ഉണ്ട്, ഇങ്ങനെ തോട്ട്സ് ആണിത്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം മുതൽ യു ഹാവ് സക്സസ്ഫുള്ളി സ്റ്റാർട്ടഡ് ടു ഡിഫീറ്റ് ഡിപ്രഷൻ. ഓക്കെ, ദാറ്റ്സ് വെരി വാലിഡ്. ഞാനിവിടെ ഓറ ഗ്ലാസിനെ കുറിച്ച് സെർച്ച് ചെയ്തു. ഓറ ഗ്ലാസ് എന്താ അറിയാം? ഇല്ല. ഒരു കോപ്പർ ബേസ്ഡ് ഗ്ലാസ്, സൺഗ്ലാസ് കോപ്പറും വേറെ എന്തോ ഒരു കെമിക്കലും കൂടെ മിക്സ് ചെയ്യുന്നേ. കറക്റ്റ് സാധനം പ്രപ്പോസ് ചെയ്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞുതരാം. സംഭവം സിമ്പിൾ ആണ്. അത് ഏർലി ഓൺ പണ്ട് US ഇവിടെ മിഡിൽ ഈസ്റ്റില് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻസ് തൂക്കാൻ വേണ്ടി വരുന്ന സമയങ്ങളിൽ രാത്രി ഓപ്പറേഷൻ വേണ്ടി കൊടുക്കുമായിരുന്നു. അതിന് ഭയങ്കര നൈറ്റ് കേപ്പബിലിറ്റീസാണ്. പക്ഷെ 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ അതെല്ലാം വിഡ്രോ ചെയ്ത് ആ സൺഗ്ലാസസ്. കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസിങ് എ സ്പെഷ്യൽ കോമ്പൗണ്ട് ദാറ്റ് ഈസ് ഏബിൾ ടു സീ ത്രൂ തിങ്സ്. എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സോൾജേഴ്സ് റിപ്പോർട്ട് ചെയ്ത് ഗോസ്, എനർജി, ഫയർ ബോൾസ്, അങ്ങനത്തെ സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഇപ്പൊ ആ ഗ്ലാസ് ലോകത്തെല്ലായിടത്തും ബാൻഡ്. അതിന്റെ സംഭവം ഞാൻ പറഞ്ഞു. അപ്പോ ഡിപ്രഷൻ ഫൈറ്റ് ചെയ്യുന്ന ആളുകളോട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ടെൽ ദം ദാറ്റ് ഡിപ്രഷൻ ഈസ് എ ഹോക്സ്, യു ആർ ജസ്റ്റ് ഓൺ സർവൈവൽ മോഡ്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം എനിക്കിപ്പം 22 വയസ്സായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന ഒരു ടേം കേട്ട് തുടങ്ങിയിട്ട് കുറച്ചാളായിട്ടുള്ളൂ. അതായത് എന്താ പറയുക, ഞാൻ ഒരു 10th ഒക്കെ തൊട്ട് അല്ല, ഞാൻ 10th ഒക്കെ തൊട്ട് ഞാൻ കേട്ട് തുടങ്ങുന്നത് തന്നെ. എനിക്കൊന്ന് മൂവീസിലാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ സോഷ്യൽ സർക്കിൾ ഇട്ടാൻ വരുന്നപ്പോഴാണ്. പക്ഷെ അതിന് മുന്നേ
നമ്മൾ ആ ഫേസിൽ കൂടെ പോകുമ്പോൾ അത് ഡിപ്രഷൻ ആണെന്ന് കോട്ട് ചെയ്യാൻ നമുക്ക് അറിയാത്തത് കൊണ്ട് പലരും സർവൈവ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉണ്ടാവും ഒരുപാട് പേര് അൺലെസ് ഇപ്പൊ എനിക്കറിയാം ഓക്കെ ഞാനിന്ന് ഇപ്പൊ ഡിപ്രഷനിലാണ്, അത് ഓർത്ത് ഞാൻ എന്തിനാ ഇതിങ്ങനെ പോകുന്നതെന്നുള്ളൊരു തോട്ടാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. പണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ടേം കോട്ട് ചെയ്തിട്ടില്ല, അതിനൊരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടില്ല. സോ ഇറ്റ് വാസ് ഓക്കെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. നീ നേരത്തെ ചോദിച്ചില്ല ഹൗ വാസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണെന്ന് അറിയത്തില്ല, ബട്ട് വെൻ ഐ വാസ് ഗോയിങ് ത്രൂ ദിസ് ഫേസ്, ഞാൻ പൊതുവെ മടിയനും ഉഴപ്പനും ക്ലാസ് കട്ട് ചെയ്യുന്നതും ജോലി കട്ട് ചെയ്യുന്നവനും ഒക്കെയാണ്. പക്ഷെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് വെൻ ഐ വാസ് ഗോയിങ് ത്രൂ ദിസ് ഫേസ് ഐ നെവർ ടുക്ക് എ ഡേ ഓഫ് ഫ്രം മൈ വർക്ക്. എന്ന് പറഞ്ഞാൽ ഐ വാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലേവ് വർക്കർ ആയിരുന്നു. ഞാൻ എന്തിനാ പോകുന്നത് എനിക്കറിയത്തില്ല. രാവിലെ 4 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ജോലി ചെയ്ത സമയം. രാവിലെ 4 മണിയാകുമ്പോൾ എണ്ണീറ്റ് പോകും, 11:30-11:45 ഞാൻ രാത്രി അടുത്ത ദിവസം എത്തുന്നത്. ആ റുട്ടീൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി ഫോർ അബൌട്ട് 1 ഇയർ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബോഡി, ഞാൻ ആ കമ്പനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ച് കുറച്ച് കാര്യങ്ങൾ വന്നപ്പോഴാണ് ഡിപ്രഷൻ എന്താണെന്നൊക്കെ പഠിച്ച് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംഭവമാണ് ഡിപ്രഷൻ ഡയഗ്നോസിസ്. എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പലരും രക്ഷപ്പെട്ടു പോയിരുന്നു. ഇതിനൊരു പ്രൈം എക്സാമ്പിൾ ഉണ്ട്. അതിന് ഫ്രണ്ട്, അപ്പം പുള്ളിക്കാരി ഭയങ്കര ഫെമിനിസ്റ്റ് ഒരു ബാഡിയാണ്, മോഡേൺ ബാഡി. അപ്പൊ പുള്ളിക്കാരിക്ക് 2 ബോയ് ഫ്രണ്ട്സ് അതൊക്കെ ഉണ്ട്, വെളിയിലായിരുന്നു. അപ്പൊ ഇവളിപ്പോ തെറപ്പിക്ക് പോകും. അപ്പൊ ഇവള് കാഷ്വൽ ഹുക്കപ്സിനൊക്കെ ഇഷ്ടംപോലെ പോകുന്നതാണ്. ഒരു ദിവസമുള്ള ബോയ് ഫ്രണ്ടും ഇവളും കൂടെ ഏതോ സ്ഥലത്ത് പോയി സ്റ്റേ അടിച്ച് അന്ന് ഇവൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെ ലൈക്ക് ദേ ഡിഡ് ദ ഡീഡ് ചെയ്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബോയ് ഫ്രണ്ടാ. അതേസമയം ഇവള് എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരുപാട് കാഷ്വലി ഹുക്കപ്പ് ചെയ്തിട്ടുള്ള. അങ്ങനെ ബോയ് ഫ്രണ്ടുമായിട്ട് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ അപ്പൊ ഒന്നും കുഴപ്പമില്ല, ഷീസ് വെരി നോർമൽ, ഭയങ്കര ഹാപ്പി, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വന്ന്. പക്ഷെ തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോയി പറഞ്ഞ് അപ്പൊ തെറപ്പിസ്റ്റ് ഇങ്ങനെ കുത്തി ചോദിച്ചു നിന്റെ ഫുൾ കൺസേൺ ഉണ്ടായിരുന്നു. ആദ്യം ചോദിച്ചപ്പോ 2ാമത് ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മയില്ല. 3ാമത് ചോദിച്ചോ ഞാൻ ഇച്ചിരി ആൽക്കഹോൾ ഇൻഫ്ലുവൻസ്. ഓ ദെൻ യു ഗോട്ട് റേപ്ഡ്. അപ്പത്തേക്ക് ഓ മൈ ഗോഡ് എന്നെ ഗ്യാസ് ലീറ്റ് ചെയ്തു, ഞാൻ റേപ്പ് ചെയ്തു. അങ്ങനെ ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ തെറാപ്പിയും ആവശ്യമില്ലാതെ മെഡിസിനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് പലതും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സ്വന്തം കാശ് മുടക്കി വേറൊരാളുടെ നമ്മുടെ മറ്റേ പ്രോബ്ലംസ് പറയുന്നത് എന്ത് ലോജിക്കാ അതില്? ഇവള് സൈക്കോളജി സൈക്കോളജി പഠിക്കുന്ന കുറെ ബാഡികളുണ്ട്. പക്ഷെ അതാണ് യഥാർത്ഥ സൈക്കോളജി. പറയാതിരിക്കാൻ വയ്യ. ഈ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ലോകത്തെല്ലാം ഇപ്പൊ ഇന്ത്യയിലും വരും ഉടനെ സ്ലീപ് ബെറ്റർ ആപ്പ് അല്ലെങ്കിൽ കൺസൾട്ട് 24 hour ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ സർവീസ് ആയിട്ടാണ് ഇത് കാനഡയിൽ ഞാൻ അവിടെ നിന്നപ്പോ വന്നു തുടങ്ങിയത്. ഇപ്പൊ നാട്ടിൽ ഒറ്റ സാധനം വൈപ്പിരി 1 മണി രാത്രി വീഡിയോ കോൾ ഫ്രണ്ട് ആപ്പ് ഉണ്ടാക്കിയ ആളുകളുടെ ബുദ്ധി അടിപൊളിയാണ്. ഐ നോ വാട്ട് യു ഗൈസ് ആർ ട്രൈങ് ടു ഡു, ബട്ട് യു ഗൈസ് ആർ ട്രൈങ് ടു ഡിസ്ട്രോയ് എ ഹോൾ ജനറേഷൻ ട്രൈങ് ടു ഗെറ്റ് റിച്ച്. നിങ്ങളൊരു 10-20 പേര് റിച്ച് ആവും എന്നുള്ളത് ഉറപ്പാണ്. ബട്ട് യു ആർ ട്രേഡിങ് ഓഫ് യുവർ കൺട്രീസ് കൾച്ചർ. അപ്പൊ അതിനുള്ള പണി നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കൈൻഡ് ഓഫ് അൺഎത്തിക്കൽ ആണോ ചോദിച്ചാൽ ഫ്രം മൈ പെർസ്പെക്ടീവ് ദിസ് ഈസ് ഓൺലൈൻ മോഡേൺ എന്താ പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ. വെരി കോൺട്രവേഴ്ഷ്യൽ ഹോട്ട് ടേക്ക് ഞാൻ പറയുമ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് Gen Z lack 2 things. എന്തൊക്കെയാണ്? Strength and honor. And Gen Z പിള്ളേര് ആർക്കും എനിക്ക് ഇല്ലാന്ന് തോന്നിയ ഒരു സാധനമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, മനസ്സിലായി. മെന്റൽ സോളിറ്റ്യൂഡ്, സ്ട്രെങ്ത് ആൻഡ് ഓണർ. ഓണർ എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് അറിഞ്ഞൂടാ അവർക്ക്. എന്റെ എക്സ്പീരിയൻസ് നിന്ന് ഒഫൻഡഡ് ആവാനല്ല, ഒഫൻഡഡ് ആവാം. ഇറ്റ്സ് ഓക്കേ, യു ക്യാൻ ഗെറ്റ് ഒഫൻഡഡ്. ഈ ഒരു കല്ലെടുത്ത് നിങ്ങളെ സ്ക്രീനിലോട്ട് ഞങ്ങളെ എറിയേ, യു ലൂസ് യുവർ ഫോൺ. ഞങ്ങൾക്കൊന്നും പറ്റാൻ പോണില്ല. അല്ല, ഒഫൻഡഡ് ആവുകയാണെങ്കിൽ you should think. Yeah, you guys are getting triggered by some people sitting thousands of years miles away from you. ഒരു സ്ക്രീനിൽ വന്ന് ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ if you're getting offended, you needs better things to get offended, bro. അത് മാത്രമല്ല, അത് നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട്. Yeah. നീച്ചെ പറഞ്ഞൊരു സാധനമുണ്ട്, you will only get affected by somebody's thought when you already thought about it.
നിങ്ങൾ വേറൊരാള് ജഡ്ജ് ചെയ്ത് നിങ്ങൾക്ക് അത് ഫീൽ ആവാൻ തോന്നുമെങ്കിൽ അത് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസിബിലിറ്റി. അത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രൂലി പാട്ടാവും. ജെൻസിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ജെൻസി എന്ന് ഞങ്ങൾ പറയുന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മളുടെ യൂത്ത്, ഞാനും ഇവരും ഈ എന്താ ഒരു 35 വയസ്സിന് താഴോട്ടും ഒരു 15 വയസ്സിന് മുകളിലോട്ടും 18 വയസ്സിന് മുകളിലോട്ടുള്ളൊരു why are they suffering so much in India? Yes, 100% they are suffering. എനിക്ക് ഡിപ്രഷനെ പറ്റി ഒരു ഇത് പറയണമെന്നുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി ടോപ്പിക് ഡൈവേർട്ടഡ് ആണ്. അത് ധൈര്യമായിട്ട് പറഞ്ഞു. ഇത് ഒരു ചെറിയ കോൺട്രവേഴ്സിയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഡിപ്രഷൻ ഡീൽ ചെയ്യുന്നത് രണ്ട് ടൈപ്പിലാണ്. Exactly. അത് കേട്ടോ, വാലിഡ് സീൻസ് ആണ്. ഓക്കെ, ആണുങ്ങൾ ഡിപ്രഷനിൽ നിന്ന് കരകയറുന്നത് ചിലപ്പോൾ ജിമ്മിൽ പോയിട്ടായിരിക്കും, ഡയറ്റ് നോക്കിയിട്ടായിരിക്കും, വല്ല ഒറ്റയ്ക്ക് യാത്ര പോയിട്ടായിരിക്കും. പക്ഷെ പെണ്ണുങ്ങളുടെ ഡിപ്രഷൻ വന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഡിപ്രഷൻ കരകയറി പെണ്ണ് ഡെയിലി 4 ഡേറ്റിന് പോകുന്നു, 3 ആൾക്കാരുടെ കൂടെ ചെയ്യുന്നു. ഇതൊക്കെയാണ് അവരുടെ. എന്നിട്ട് ഈ ബാഡി സ്റ്റേജ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അമ്പലവാസി ഒരു സ്റ്റേജ് ഉണ്ട്. അതാണ് ഒരു ഇസ്കോൺ ബാഡി ആവും അവസാനം. അതാണ് ബാഡിയുടെ ലൈഫ് സൈക്കിൾ. ഞാനത് എന്റെ ലൈഫിലും കണ്ടിട്ടുണ്ട്. ബിക്കോസ് പ്രേമം പൊട്ടി അല്ലെങ്കിൽ ഡിപ്രഷൻ എന്തെങ്കിലും രീതിയിൽ ഫാമിലി ട്രോമ ആവാം, റിലേഷൻഷിപ്പ് ട്രോമ ആവാം, അല്ലെങ്കിൽ കരിയർ ട്രോമ ആവാം, എന്തും ആവാം. അത് കഴിഞ്ഞിട്ട് ഗേൾസ് എൻ്റർ എ ഫേസ്. ആ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബാഡ് ഫേസ് ഫ്രം എ മെയിൽ പെർസ്പെക്റ്റീവ്. യു ഗൈസ് ഹാവ് റീസൺസ് ടു എന്താ അതിനെ ബാക്ക് ചെയ്യാൻ. ഓക്കെ, വി അണ്ടർസ്റ്റാൻഡ്. They blame their hormones. You guys blame their mood swings, hormones. ഒക്കെ ശരിയാണ്. Strength and order people. Strength and order എന്നൊക്കെ പറയുന്ന പോലെ അത് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള റീസൺ ഉണ്ടോ? ഓക്കെ, നിങ്ങളുടെ റീസൺ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺവിൻസ് ചെയ്യാനുള്ളതാണ്. ഞങ്ങൾക്ക് തോന്നുന്ന കാര്യം ആ എറ എന്ന് പറയുന്നത് ഒരു SLUT എറയാണ്. ഓബിയസ്ലി അതിനെ ആണുങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഇത് ഞാൻ ഇവിടെ നിന്ന് പറയുന്നതല്ല, പല ആണുങ്ങളും എനിക്കറിയാവുന്നവരും ഇവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറയുന്നതാണ്. ഓക്കെ, അവള് ഡിപ്രഷൻ കഴിഞ്ഞ അവള് ഇതാണ്. പക്ഷെ ആ പറയുന്നവനോ അത് കേൾക്കുന്നവനോ ഒരിക്കലും അവളെ കാണുമ്പോൾ ഇത് പറയത്തില്ല. ദേ ഓൾസോ ട്രൈ ടു ഗോ ടു പ്രാർത്ഥന വിത്ത് ഹർ. അതാണ് അതിന്റെ സത്യം. സോ ഒരിക്കലും ഒരു പെണ്ണിനെ പറ്റി എന്താണ് ആണുങ്ങൾ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റീസ് എന്ന് പറയുന്ന ആളുകൾ പറയുന്നതിന് ഒരിക്കലും ഒരു പെണ്ണ് അറിയാൻ പോകില്ല. ബിക്കോസ് അല്ല, നീ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ തന്നെ ഇപ്പോൾ ഒരു പെണ്ണിനെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇവിടെ വരുമ്പോ നമ്മൾ രണ്ടുപേരും ഓക്കെ അവിടെ തീർന്നു. ആണുങ്ങൾക്ക് ബ്രദർഹുഡ് ഉണ്ടോ? അതും ശരിയാണ്. അത് ഒരു സത്യം. അത് അല്ല, പലപ്പോഴും ഒരു ഡിപ്രഷൻ എന്നൊരു ഫേസ് ചെയ്ത് നമുക്ക് കരകയറാൻ പറ്റുന്ന ബ്രദർഹുഡും കൂടെ കൊണ്ടാണ്. ശരിയാ. ലൈക്ക് കമ്പാരിറ്റീവ്ലി ഗേൾസിനെ അത് ലാക്ക് ചെയ്യുന്നു. എന്തുകൊണ്ടും പല ഗേൾസ് എന്നോടും പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ദേ ട്രസ്റ്റ് മെൻ ദാൻ വുമൺ. ലൈക്ക് അവര് തന്നെ അവർക്ക് പിള്ളേരെ കാര്യം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പയ്യന്മാരെയാണെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബാഡീസ് ഉണ്ടെങ്കിൽ ഉടനെ റിലീസ് ചെയ്തെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണുന്നവരൊക്കെ വൈബ്ലി ആപ്പും ഫ്രണ്ട് ആപ്പും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം പ്ലീസ്. ബിക്കോസ് വി വാണ്ട് ടു നോ. വേറൊരു സാധനം പറഞ്ഞാൽ സത്യചേട്ടൻ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. ഞാൻ ഈയിടെ ഒരു ജെൻസി ബാഡിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവള് അതിന് ഞാൻ മനസ്സിലാക്കിയ സാധനം, ഷീ ഹാസ് 0 കൺട്രോൾ ഓൺ ഈ പർപ്പസ് ഓഫ് ലൈഫ്, ഡ്യൂട്ടീസ്, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അവൾക്ക് മൂഡ്, വികാരം, അപ്പ വരുന്ന മൈൻഡ്, ഈ 3 കാര്യങ്ങളിലും മാത്രം അവർ ജീവിക്കുന്നത്. അവർക്ക് എന്താ പറയണ, ഒരു ഡിസിപ്ലിൻ ഇല്ല, അവർക്കൊരു ഡ്യൂട്ടി ഇല്ല, പർപ്പസ് ഇല്ല. പക്ഷെ ഇതൊക്കെ ഒരു സ്ട്രിഞ്ചന്റ് ആയിട്ട് ഒരു ഫീമെയിലിന് വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് ഞാൻ പറയും. കാരണം അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മാസ്കുലിൻ ട്രൈറ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു എന്താ പറയാ, their life is so messed up that all they care about is their feelings. അവരുടെ ഫീലിങ്സിന് മാത്രമേ അവർ ഡെട്രിമെന്റൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. Like they are dependent to some എന്താ പറയാ മെറ്റീരിയലിസ്റ്റിക് സ്റ്റഫ്, ലൈക്ക് സോഷ്യൽ മീഡിയ. ഇപ്പൊ ഇങ്ങനെ ലഡു കഴിക്കണം മനസ്സിലായോ? ആ ഒരു വികാരം. അല്ലാതെ എന്റെ മൈൻഡ് ഇപ്പൊ എനിക്ക് ലഡു കഴിക്കാൻ പോകാൻ പറ്റത്തില്ല. കാരണം എന്റെ 4 പയ്യന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, പോഡ്കാസ്റ്റ്, കറണ്ട് എല്ലാം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇവർക്കൊരു റാഷണൽ മൈൻഡിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ മനസ്സിലാക്കിയേക്കുന്ന ഒരു ടു സെൽഫിഷ് എന്ന് പറയുന്നതിനെക്കാട്ടിയും നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ
മെന്നും വുമണും അവരുടെ ബ്രെയിൻ വയറിങ് പോകുന്നത് 2 റൂട്ടിലൂടെയാണ്. പെണ്ണുങ്ങൾ പോകുന്നത് they're going through every action they take is an emotional action. എന്ന് പറഞ്ഞാൽ എനിക്ക് ലഡു വേണം. ഇപ്പൊ അവരുടെ മനസ്സിലും നീ പറഞ്ഞ പോലെ ചിന്ത പോകും, ലഡു തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഞാൻ സന്തോഷമാവും, എനിക്ക് സ്റ്റാറ്റസ് ഇടാം, എനിക്ക് സ്നാപ്പ് ഇടാം, അങ്ങനെ അവളെ പ്രീതിപ്പെടുന്ന ഇമോഷണൽ കാര്യങ്ങൾ ഇത് ചെയ്യും. പക്ഷെ അതേസമയം മെന്നാകുമ്പോൾ ആ ഇമോഷൻ മാറ്റി വെച്ചിട്ട് റാഷണൽ ലോജിക്കൽ ചിന്തിക്കും. ഇപ്പൊ ലഡു തന്നെ എത്ര രൂപയുടെ പെട്രോൾ വേണം, ഓക്കെ 40 രൂപ, ബൈക്കിനകത്തുണ്ടോ, ബൈക്ക് വെയിലുണ്ടോ, മഴയുണ്ടോ, അവൻ വരുമോ, കൂട്ടുകാർ, അങ്ങനെ വേറെ രണ്ട് രീതിയാണ്. ഇത് ബെറ്റർ ആണെന്നല്ല, തിങ്കിങ് പ്രോസസ് ഡിഫറെന്റ് ആണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയേക്കുന്ന അങ്ങനെയാണ്. പെണ്ണുങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനും ആണുങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനുമാണ്. മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ഇങ്ങനെയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ചിന്തിക്കുന്നത് എന്ന് ഒരു പെണ്ണ് മനസ്സിലാക്കുക. ഓക്കെ, ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ മെയിൽ പാർട്ണർ അവൻ അതിന്റെ ലോജിക്കാണ് നോക്കുന്നത് എന്നൊരു പെണ്ണ് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനൊരു കാര്യം എൻ്റെ ഗേൾഫ്രണ്ടിനോട് പറയുമ്പോൾ ഓക്കെ, അവളെ ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാക്കത്തില്ല, അവൾ ഇമോഷണലി ആണ് മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ മെയിലും മനസ്സിലാക്കിയാൽ they will be a great pair. പക്ഷെ അവർക്കത് രണ്ടുപേരും ഒരേ കാര്യം, ഒരു ലഡുവിന്റെ സാധനം രണ്ടുപേരും 2 രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര യൂണിയൻ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സെയിം സാധനമാണ് സുപ്പീരിയർ മാൻ എന്ന് പറയുന്ന ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ ഒരു മാസ്കുലിൻ പൊളാരിറ്റി ഫെമിനിൻ പൊളാരിറ്റി രണ്ടുപേരും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകണം. ആ 2 സൈക്കോളജിയും ഫിസിക്കാലിറ്റീസിന്റെ ഡിഫറൻസ് രണ്ടുപേരും പരസ്പരം എംബ്രേസ് ചെയ്ത് പോയാൽ ഭയങ്കര. ആ 2 പേരും ഒരു വീട്ടിൽ ഉണ്ടെങ്കിലേ ആ വീട്ടില് ഹാപ്പി ഹോർമോൺസും ആ വീട്ടിൽ ഇൻട്രൂഡേഴ്സ് കയറാതിരിക്കാനും പറ്റൂ. ഒരു പ്രോസ്പെരിറ്റി. ആ വീട് ഒരാണും പെണ്ണും താമസിക്കുന്ന വീട് അല്ലെങ്കിൽ ഒരു യൂണിയൻ, ഒരു ഫാമിലി നടന്നു പോകണമെങ്കിൽ there has to be emotions, there has to be love, there has to be care. അതുപോലെ തന്നെ എന്ത് വേണം, മഴ വന്നാലോ കാറ്റ് വന്നാലോ കള്ളന്മാര് വന്നാലോ പട്ടിയോ പാമ്പോ കയറുവോ ഇത് ചിന്തിക്കുന്ന ഒരാളും വേണം. എന്റെ അച്ഛൻ വരുന്നു, എന്റെ മോൻ വരുന്നു, അവൻ ഇതൊക്കെ ചെയ്ത് ക്ഷീണിക്കുന്നു, അവൻ ഇന്ന് ചെയ്തു കൊടുക്കാം, അവൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കാം, അവൻ ഇഷ്ടമുള്ള ഈ 2 സാധനം ഉണ്ടെങ്കിലേ ഒരു യൂണിയൻ, ഒരു ഫാമിലി ഉണ്ട്. അതാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്, ഫാമിലി ഈസ് എ യൂണിയൻ ഓഫ് എ പെർഫെക്റ്റ് മാൻ ആൻഡ് പെർഫെക്റ്റ് വുമൺ. ഒരു 2 മാൻ ഉള്ളതും ഫാമിലി അല്ല, 2 വുമൺ ഉള്ളതും ഫാമിലി അല്ല. ഇത് 2ഉം ഉണ്ടെങ്കിലേ they can start a family and own a home. Jesus Bro, I don't know whether Jesus existed. Jesus went to India. ഇതെല്ലാം ഞങ്ങൾ തെളിവുകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നു. പക്ഷേ ജീസസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈസ് ജസ്റ്റ് ലൈക്ക് എന്താ പറയുന്നത്, പല ക്യാരക്ടേഴ്സ് നമ്മൾ സിനിമയെ കണ്ടിട്ട് അയാളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി വാസ് എ എന്താ പറയുന്നത് റെബൽ ഇൻ ദാറ്റ് ഏരിയ. പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ ഗുഡ് ആണ്. whoever made him or he റിയൽ ആണെങ്കിലും ഹാറ്റ്സ് ഓഫ്. ഇഫ് ഇറ്റ് വാസ് എ ക്രിയേഷൻ, ക്രിയേഷൻ ദൈവ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതാണെങ്കിലും അല്ലാതെ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി വരച്ചുണ്ടാക്കിയ ക്യാരക്ടർ ആണെങ്കിലും ക്രിയേറ്റർ വാസ് ഗുഡ്. എനിക്ക് വേറൊരു സാധനം നിങ്ങളുടെ ഡിപ്രഷനായിട്ട് ചിന്തിച്ചപ്പോഴേ സ്റ്റേറ്റ് പറഞ്ഞൊരു സാധനം എന്റെ മൈൻഡിലുണ്ട്. The only detrimental circumstance is not to feel any feelings at all. അല്ലാതെ if you are feeling sad it's good, if you are feeling happy. അപ്പോൾ അതാണ് സ്റ്റോയിസിസം. സ്റ്റോയിസിസത്തിനകത്ത് സെനേക്കെ അത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് അല്ലെ ഇനിഷ്യലി പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീലിങ്സ് തോന്നാതിരിക്കുന്നതല്ല, it's understanding the feelings. Yes, of course. Yes, of course. Understanding and okay. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എന്തിനാണ്? so that you can make use of that feeling. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഇരിക്കുക, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചിലവർ പറയും, മോസ്റ്റ്ലി പെണ്ണുങ്ങളായിരിക്കും ചിലർ പറയുന്നത്, എനിക്ക് വയ്യടാ, എനിക്ക് ഒരു സന്തോഷമില്ല, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസമൊക്കെ ഇരിക്കും. പക്ഷേ കുറച്ച് സ്റ്റോയിസിസവും കുറച്ച് ഡിപ്രഷനും ഒക്കെ കുറച്ച് അനുഭവിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് ഈ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കാണിത് വന്നെങ്കിൽ എനിക്ക് ബാഡ് അടിച്ചാൽ ഇപ്പൊ എന്തിനാ ബാഡ് അടിക്കണേ, ഓക്കെ വൈ എന്താണ് ഇന്ന് എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടോ, അതോ ഇന്നലെ ഞാൻ എന്തെങ്കിലും ചെയ്തതാണോ, ഐ ഗോ ഇൻ സെർച്ച് ഫോർ ദ സോഴ്സ്. അപ്പം അവിടെ യഥാർത്ഥത്തില് ഞാൻ സോഴ്സ് കണ്ടുപിടിച്ച് ആ പ്രശ്നം റെക്ടിഫൈ ചെയ്യുക. അപ്പൊ എന്തിനാണ് യഥാർത്ഥത്തിൽ ആ സാഡ് എനിക്ക് വന്നത്, എൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എവിടോ ഒരു ബാഡ് സാധനം ഉണ്ട് എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയുന്ന ഒരു സ്വിച്ച് ആണ് സാഡ്നെസ്. അത് സാഡ്നെസ് ഈസ് നോട്ട് ടു ബി എൻജോയ്ഡ്, സാഡ്നെസ് ഈസ് നോട്ട് ടു ബി എക്സ്പീരിയൻസ്ഡ്, സാഡ്നെസ് ഈസ് ജസ്റ്റ് എ ലൈറ്റ്. നമ്മുടെ ദേഹത്ത്
ഒരു ലൈറ്റ് പോലെ ഒരു സ്വിച്ച് ഇടുമ്പോൾ സാഡ്നെസ് വരുന്നു, എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വികാരം മാത്രമാണ്. Be happy if you're sad. Yeah, be happy if you are sad because your body is working perfectly fine. സത്യം. Yeah. അതൊക്കെ ഭയങ്കര ശരിയുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇച്ചിരി സ്പൈസി ടോപ്പിക്സിനകത്തോട്ട് പോയാലോ? സ്പൈസിയാ? എന്ത് സ്പൈസി? എന്റെ വീട്ടിലൊന്നുമില്ല. സച്ചിൻ ബ്രോ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ, പോഡ്കാസ്റ്റ് ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടി. പോഡ്കാസ്റ്റ് സ്പൈസി ആക്കാൻ വേണ്ടി വന്നതാ. ഓക്കെ, പുള്ളി ആർക്കും മനസ്സിലാത്തൊരു കഥ ഇത്തിരി മുമ്പ് പറഞ്ഞായിരുന്നു. ആർക്കും മനസ്സിലാവാതെ മസാല ഇടാതെ പറഞ്ഞതാ. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. യു ക്യാൻ ടേക്ക് ഓവർ. ബാങ്കുകൾ ആർ ദേ കൺട്രോളിംഗ് നേഷൻസ്? ഓക്കെ, നേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വരെ Or നമ്മൾ governments. ഓക്കെ നമുക്കൊരു ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു ഒരു കോവിഡിന് മുമ്പ് വരെ ഓക്കെ വാട്ട് എവർ കംസ് വാട്ട് എവർ ഗോസ്, അതായത് മിനിമൽ ലൈഫ് ജീവിക്കണം അങ്ങനത്തെയൊക്കെ ഒരു മെന്റാലിറ്റിയിൽ പൊക്കോണ്ടിരുന്നത്. പെട്ടെന്ന് ഈ ഇൻസ്റ്റഗ്രാമിൽ അതായത് ഷോ ഓഫ് കൾച്ചർ, അതായത് ബുഗാട്ടി, ലംബോർഗിനി, പയ്യന്മാരുടെ ഓരോ പരിപാടികൾ, അപ്പൊ ഒരു ചെറിയ ആഗ്രഹം തോന്നി. എന്നിട്ട് ഒരു റോബർട്ട് കിയോസാക്കി എന്ന് പറഞ്ഞൊരു വലിയൊരു ലോൺ എടുക്കുക. നോ വൺ യൂസസ് ദെയർ ഓൺ ക്യാപിറ്റൽ. ലോൺ എടുത്ത ഓരോ പരിപാടികൾ ചെയ്യും, അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അത് പഠിക്കുക. പക്ഷെ അത് എത്രത്തോളം ഇന്ത്യയിൽ ബാധകമാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ചെന്നൊരു ലോൺ ചോദിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. US അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷും ഈ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഹോംലെസ് ആയിട്ട് കുറെ ആൾക്കാർ പോകുന്നത് അതുകൊണ്ടാണ്. ചോദിക്കുന്നതിനെല്ലാം ലോൺ കൊടുക്കും. അങ്ങനെ അതിന് വേറെ സാധനമുണ്ട്. ഈ ഇക്കോണമി സ്റ്റേബിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇപ്പം ആഫ്രിക്കയിലെ ഏറ്റവും വൃത്തിയായിട്ട് രാജ്യത്തുകൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചോ, ഇൻട്രസ്റ്റ് റേറ്റ് യു ഗെറ്റ് 200% ഒക്കെ 200% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള രാജ്യങ്ങളുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കടം എടുക്കുന്നതിനോ? നമ്മളല്ല, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്. ഓടാ, നീ എടാ എത്ര പേര് ചെയ്യുന്നുണ്ട്? 100-150% പലിശ ഇങ്ങോട്ട് തരുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ ദ തിങ് ഈസ് ബാങ്ക് പൂട്ടിപ്പോവാൻ ഹൈലി ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടിപ്പലിശക്കാരുടെ പണം സൂക്ഷിക്കാൻ കൊടുക്കുന്ന പോലെ. കാരണം അവരുടെ രാജ്യം അത്രയ്ക്ക് അണ്ടർ ഡെവലപ്ഡ്. ഇക്കോണമി നീഡ്സ് ക്യാപിറ്റൽ. സോ ദേ ആർ ആക്ച്വലി ഗാംബ്ലിംഗ്. അതെല്ലാം കഴിയില്ല. പക്ഷെ അതേസമയം അപ്പോൾ ജപ്പാൻ US ഒക്കെ നോക്ക്, എത്രത്തോളം ഇക്കോണമി സ്റ്റേബിൾ ആവുന്ന അവർ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയാൽ മതി. കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു US 1% ഒക്കെ അല്ലേ? ഓ, അത്രേ ഉള്ളൂ. ജപ്പാൻ US 1 ലെസ് ദാൻ 3 അറിയത്തില്ല. ഇന്ത്യയിൽ അതാ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കുറഞ്ഞു വരുമല്ലേ. ദാറ്റ് മീൻസ് അവർ എക്കോണമി ഈസ് ഡൂയിങ് ഫൈൻ. ജസ്റ്റ് ഒരു സിമ്പിൾ ബാരിയർ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ബാങ്കുകൾ ആർ ദേ എബോവ്? എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പപ്പറ്റാണ്, നമ്മൾ മാട്രിക്സിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നതില് എന്തെങ്കിലും സത്യമുണ്ടോ? ഓക്കെ, മെട്രിക്സ് സിനിമ കണ്ടവർക്ക് അറിയാം. അതായത് ഒരു സിമുലേഷനിൽ ജീവിക്കുന്നതാണ് അതിൽ പറയുന്നത്. അതായത് ആൾക്കാർ അതിൽ ട്രാപ്പാണ്. അപ്പം അതിൽ ട്രാപ്പ് ആക്കാനുള്ള ഒരു മെയിൻ ഉള്ളൊരു വഴിയാണ് EMIs. അതായത് ഇതും കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഹീസ് ഇൻ ദിസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഹി ഈസ് എ വെരി വെൽ നോൺ ട്രേഡർ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഹി ഹാസ് നോളജ്. കോഴ്സ് ഇപ്പൊ ഒരു ഓക്കെ. സോ എങ്ങനെയാണ് നമ്മളെ ട്രാപ്പിലാക്കുന്നവര്? എനിക്കൊരു 10 വർഷം മുമ്പ് നോക്കുമായിരുന്നെങ്കിൽ അപ്ലൈങ് എ ക്രെഡിറ്റ് കാർഡ് വാസ് വെരി ഹാർഡ് ഇൻ ഇന്ത്യ. അതായത് അത്രയും ക്യാഷ് ഫ്ലോ ഉള്ളവർ, അല്ലെങ്കിൽ അത്രയും ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടൊരു ഇൻകം ഉള്ളവർക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു സാധനം കൊടുക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ, പുള്ളിയിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും കഴിഞ്ഞ ഒരു പയ്യന് വെറുതെ 20,000 രൂപ 25,000 രൂപ വെറുതെ കാർഡിന് കൊടുക്കും. ഒരു വരുമാനം ഇല്ല. സ്റ്റുഡന്റ് ഞാൻ ലുലു മോളിൽ പോകുമ്പോ നിങ്ങൾ ട്രിവാൻഡ്രം ലുലു മോളിൽ പോവുകയാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ എസ്കലേറ്റർ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിക്കാൻ അവിടെ അവർക്ക് ടാർഗറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ, സാർ ക്രെഡിറ്റ് കാർഡ് വേണോ? ഇപ്പൊ തരാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ എന്ത് സമയം, എന്താണ് ക്യാപിറ്റൽ, സാർ എന്ത് ചെയ്യുന്നു? ഞാൻ പറയുന്നത് ഞാൻ വെളിയിലായിരുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് ഇനിഷ്യലായിട്ട് ഒരു 1 ചെയ്യാം, അത് കഴിഞ്ഞ് സാറിന് അപ്ലൈ ചെയ്താൽ മതി. ബ്രോ 1 lakh ഞാൻ ചുമ്മാ അതിലെ കൂടെ 30 രൂപയ്ക്ക് ചായ കുടിക്കാൻ പോയതാ. എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഞാൻ 1,00,000 രൂപ തരട്ടെ. ഇങ്ങനെ 30 രൂപയ്ക്ക് ചായ കുടിക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് PVR കയറി 300 രൂപയുടെ ഒരു ചായ കുടിക്കാൻ തോന്നും. അതായത് ഈ കാരണം നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. ഈ ജനറേഷൻ കുക്ഡപ്പാണ് ശരിക്കും, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഈ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ജോലി ഉണ്ടാകുന്ന മാനേജ് ചെയ്ത് പോകാം. പക്ഷെ
ഭയങ്കര കുക്ക്ഡപ്പ് ജനറേഷനാണ്. അതായത് ഈസിലി ഫണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഈസിലി ആക്സസിബിളാണ്. 3 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെ ആൾക്കാർക്ക് വെറുതെ കൊടുക്കും. അതായത് നമ്മളിപ്പം ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ ഷോ ഓഫ് കൾച്ചറൊക്കെ കണ്ട്, അതായത് വി ആർ ഏണിങ് ഡീസൻ്റ്ലി, ഒരു മന്ത്ലി ഒരു 50,000 രൂപയൊക്കെ വെച്ച് ഏൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കാർ എടുക്കണമെന്ന് തോന്നി. നമ്മളൊരു കാറിന് ഇത്രയും നാൾ കൂട്ടി വെച്ച പൈസയൊക്കെ അടച്ച് ഒരു 7 വർഷം EMI ഇട്ടു. 7 വർഷത്തേക്ക് പിന്നെ നമ്മൾ ട്രാപ്പാണ്. യു ആർ ട്രാപ്പ്. ഈ 7 വർഷം നിങ്ങൾ EMI എടുത്തൊരു കാർ വാങ്ങിയെന്നതിനർത്ഥം യു കനോട്ട് ടേക്ക് 2 or 3 days ഓഫ് ഇൻ ദ സെയിം ഇയർ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മാസം നിങ്ങൾ ജോലി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കൾച്ചറിൽ ജോലി എന്ന് പറയുന്നത് വലിയ എന്തോ സംഭവമാണ് ഗൈസ്. ജോലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിനക്ക് ആഹാരം വാങ്ങിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന വേല, അത്രേ ഉള്ളൂ. അതിനകത്ത് മഹത്വം കണ്ടെത്തുന്നവരുണ്ട്, അവർ അതിന്റെ വഴി പൊക്കോട്ടെ. നീ മറ്റേ കമ്പനിയിലാണോ, ഓക്കെ നീ ഈ കമ്പനിയിലാണോ, നിനക്ക് ആഹാരം കഴിക്കാൻ നിനക്ക് തോന്നുന്നത് വാങ്ങിക്കാൻ കാശുണ്ടോ എങ്കിൽ നീ എന്തിനാ ജോലിക്ക് പോകുന്നത്? ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ യു ആർ ജിയോഗ്രഫിക്കലി ട്രാപ്ഡ്. നിങ്ങൾ ഇപ്പോൾ ജിയോഗ്രഫി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ സൊസൈറ്റി ഈസ് എ വെരി ബാഡ് സൊസൈറ്റി. കാരണം ഞാൻ വീട്ടിലിരുന്ന് എന്താ പറയുന്ന ട്രേഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇവൻ വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്ത് ഒരു മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നതെന്ന് വെച്ചോ, 20,000 രൂപ ശമ്പളം കിട്ടുന്നവ ഇവനെ വന്ന് കുറ്റം പറയും. ആണ്. നീ എന്താ ജോലിക്ക് പോകാത്തെ? ഞാൻ ജോലിക്ക് പോകണ്ട, അപ്പൊ നിന്റെ അപ്പുറത്തെ ശാന്തമാമ പറഞ്ഞല്ലോ നീ വീട്ടിൽ ഇരിക്കുക, നീ മറ്റേത് ചെയ്യുക, നിനക്ക് ഇത് ചെയ്യണ്ടേ, നിനക്ക് പെണ്ണ് കെട്ടണ്ടേ. ഇതൊക്കെ ചെയ്തോണ്ട് കിടന്ന പെണ്ണ് കിട്ടും. ഇതൊക്കെ ചെയ്തോണ്ട് കിടന്ന പെണ്ണ് കിട്ടും. ഏതാ ശാന്തമാമയുടെ മോൻ 20,000 രൂപ ശമ്പളം, ഇവൻ ഡിന്നറിന് പോണ 20,000 രൂപ ദിവസം. അപ്പൊ കെട്ടാൻ ഗവൺമെന്റ് ജോലി വേണം, ഡേറ്റ് ചെയ്യാനല്ല. ഡേറ്റ് ചെയ്യാനല്ല. അപ്പൊ അങ്ങനൊരു വളിച്ച സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഞാൻ നോക്കിയിട്ട് ജോലിക്ക് പോകാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് തോന്നുന്നു. ജോലിക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ, ഇഫ് യു ആർ ഗുഡ് ഇനഫ്, ഇഫ് യു ഹാവ് ദ ബ്രെയിൻസ്, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാണ്, ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്ന എനിക്ക് പൈസ ഒന്നും തുടങ്ങിയിട്ടില്ല. എനിക്കിപ്പം കഴിഞ്ഞ മാസങ്ങളായിട്ട് എത്ര $30-40 വന്നത്. അത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പൊ ഒന്നും കിട്ടത്തില്ല. ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇഫ് ഐ എം കണ്ടിന്യൂയിങ് ദിസ് ഐ മൈറ്റ് ബി ഗെറ്റിംഗ് 10,000 to 12,000 പെർ മന്ത്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അല്ല, പക്ഷേ ഈ ഭയങ്കര ഔട്ട്റീച്ച് ഒക്കെ ഈ മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ വരുമ്പോൾ യു ഗെറ്റ് മണി. അത് മറ്റേ കറക്റ്റ് ഇല്ല രീതിയിൽ പറയാം. ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ പോഡ്കാസ്റ്റ് എടുക്കുന്ന എല്ലാവരും MC റോഡിന്റെ സൈഡിൽ സ്ഥലം മേടിക്കും. അപ്പം അതുപോലുള്ള സാധനങ്ങളാണ്. അപ്പോ ഒരു 3-4 വർഷം കഴിഞ്ഞ് ഇഫ് ഐ ആം ഗെറ്റിംഗ്, ഐ ഹോപ്പ് ടു ഗെറ്റ്, എന്താ പറയുന്നത്, ഒരു കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കണം. എനിക്ക് വലിയ ഫാൻസി ലൈഫൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഫുഡ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. എനിക്ക് കറങ്ങാൻ പെട്രോൾ അടിക്കാനുള്ള പൈസ അതുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. ഞാൻ അപ്പുറത്തെ കണ്ണമാമന്റെ മോൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല. കണ്ണമാമന്റെ മോൻ 35,000 രൂപ, എന്നെ കാട്ടി 10,000 രൂപ കിട്ടുമായിരിക്കും. ബട്ട് അവൻ രാവിലെ 7 മണിക്ക് എണ്ണീറ്റ് പൊതിയും കെട്ടി രാത്രി 8 മണി വരെ ജോലിക്ക് പോവാ. സമയം ഞാൻ വീട്ടിൽ സുഖമായിട്ടിരുന്ന് കറങ്ങി പൊന്മുടിയിലും പോയി കറങ്ങി എൻ്റെ കൂട്ടുകാരന്മാരോടെ കറങ്ങി 1 മണിക്കൂർ പോഡ്കാസ്റ്റ് എടുക്കുന്നു. അങ്ങനെ സീ ദ ഡിഫറൻസ്. നിങ്ങൾ എന്തുകൊണ്ട് അതുപോലുള്ള വഴികൾ, പോഡ്കാസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, വീട്ടില് മഷ്റൂം ഫാമിംഗ് ചെയ്യാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്യാപിറ്റൽ വെച്ച് നിങ്ങൾക്ക് എന്താ പറയണത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ തന്നെ ഒരു വർഷത്തിനകം ഐ എം ഗോണ ഡു സംതിങ്. കാരണം എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോകത്തില്ല. ഞാൻ എന്റെ പ്രായത്തിലുള്ള, നിങ്ങൾ ഇതൊന്ന് കേക്ക്, എന്റെ പ്രായത്തിലുള്ള എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുത്തൻ അവൻ ജോലിക്ക് പോവാതെ ഉണ്ടാക്കിയ ഒരു ബിസിനസ് മോഡലിന് വേണ്ടി അതേ പ്രായത്തിലുള്ള ഞാൻ പോയി അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എന്തിനാ? സത്യം. നമ്മളുടെ ബോസ്, നമ്മൾ ആരാണ്, നമ്മുടെ CEO എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കൈകൂപ്പി കൊഴുകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, നീയൊക്കെ കോളേജിലും സ്കൂളിലും പോയി നമ്മളെ പോലുള്ളവർ പഠിച്ചപ്പോ അവൻ 10 ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ ബിസിനസ് ഇട്ടവനാ. മനസ്സിലായോ? ഗുഡ് സെയിൽസ്മാൻഷിപ്പ് ആണ് സത്യം. അപ്പൊ അവൻ എന്തുവാ, അവൻ രാവിലെ എണ്ണീറ്റ് ഗോൾഫ് കളിക്കാൻ പോകും 10 to 12. ഗോൾഫ് കളിച്ചിട്ട് അവൻ 11:30 ആകുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ അവന് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പോകും. അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്ന് ഭാര്യയും കൊണ്ട് ലഞ്ചിന് പോകും. ലഞ്ചിന് പോയിട്ട് 4 മണിക്ക് തൊട്ട് 4:30 വരെ അവൻ ഓഫീസിൽ പോയി അന്നത്തെ കളക്ഷൻ ഒരു 50,000 രൂപ എടുക്കും. 40,000 രൂപ ബാങ്കിൽ ഇടും. 10,000 രൂപ അന്ന് അവൻ കൊണ്ട് വൈകിട്ട് 6 മണിക്ക് കൂട്ടുകാരോടെ പോകും. പീപ്പിൾ ആർ ലിവിങ് ലൈക്ക് ദിസ് and you are having a slave life. Understand what is happening around you. നിങ്ങൾ ഇതാണ് സംഭവം അല്ലേ? ഇങ്ങനെ ജീവിക്കുന്ന എത്ര പേരെ ട്രിവാൻഡ്രത്ത് നമുക്കറിയാം, ഒത്തിരി പേരെ അറിയാം. അവര് രാവിലെ എണ്ണീറ്റ് കണ്ണമാമന്റെ കൂടെ ജോലിക്ക് പോവല്ല, ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോ
ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പോഡ്കാസ്റ്റിൽ പറയും. ഒത്തിരി പേര് ഞങ്ങളെ എതിർക്കുമെന്നറിയാം. പക്ഷേ ഈ പോഡ്കാസ്റ്റ് നിങ്ങളെ എന്താ പറയുന്നത് മെന്റലി അല്ലെങ്കിൽ സ്പിരിച്വലി എൻലൈറ്റഡ് ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയ പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഫിസിക്കലി ഈ റലത്തിൽ എങ്ങനെ ഫ്രീഡം അറ്റൈൻ ചെയ്യാന്നുള്ള കാര്യങ്ങളും ഇനി പോഡ്കാസ്റ്റിൽ പതുക്കെ പറഞ്ഞു. റൂൾ നമ്പർ 1, ക്വിറ്റ് യുവർ ജോബ്. നിങ്ങൾ നാളെ പോയി ജോലി കിട്ടിയണമെന്നല്ല പറയുന്നത്. ജോബ് നിങ്ങളുടെ ജീവിതമാർഗം ആവരുത്. മൈൻഡ് സെറ്റ് മാറണം എന്ന് വെച്ചാൽ നിങ്ങള് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ അന്ന് വരെ നിങ്ങൾക്ക് ആഹാരം വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾ ജോലി ഉപയോഗിക്കാവൂ. എന്തിനാ നിങ്ങൾ വല്ലവനും ഒരു ദിവസം ഇത്രയും രാവിലെ ജ്യൂസുമായിട്ട് ഒരു ദിവസം 20,000 30,000 രൂപ ചെലവാക്കാൻ പറ്റുന്ന ഒരുത്തിന് വേണ്ടി നീ ഒരു ദിവസം 1000 രൂപയ്ക്ക് വേണ്ടി ജോലിക്ക് പോകുന്നത്? ആ 1000 രൂപ നീ വേറെ എവിടെന്നെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ ഒരു ദിവസം 1000 രൂപ കിട്ടിയാൽ 30,000 രൂപയാണ്. ഈ പോഡ്കാസ്റ്റ് കാണുന്ന പലർക്കും 30,000 രൂപ ശമ്പളം ഇല്ല. എടാ, നിനക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടുന്നില്ലെങ്കിൽ വൈ ആർ യു ഇൻവെസ്റ്റിംഗ് യുവർ ഹോൾ ലൈഫ് ടു ദാറ്റ് കമ്പനി? നിനക്ക് ഒരു ദിവസം 1000 രൂപ നീ വേറെ വെളിയിൽ നിന്ന് എവിടുന്നെങ്കിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ നീ ജോലി കിട്ടി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് 1000 രൂപയും കിട്ടും. ആൻഡ് യു ഗെറ്റ് എ ഹോൾ 12 hour ടു മേക്ക് അതർ സോഴ്സ് ഓഫ് ഇൻകം. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ലക്ഷ്യം പഠിച്ചതാ ഞാൻ 2 വർഷത്തിൽ ACC ആവാം. എന്നിട്ട് ഇപ്പം തൊലിക്കാന്നാണ് അവര് ഞാൻ പറയേണ്ട മോഹൻലാലിന്റെ ഒരു ആഡ് ഞാൻ കണ്ടു. 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് ആക്കാം. അപ്പൊ മോഹൻലാലിനെ പോലെ ഒരാൾ വന്നിട്ട് പറയുമ്പോൾ ലൈഫ് സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? കാരണം ഇറ്റ്സ് എ പ്രോമിസ് ദാറ്റ് ഈസ് ഗിവിംഗ്. ലൈഫ് സെറ്റ് ആക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ലൈഫ് സെറ്റ് ആക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്നത് ഈസ് എ ഡിഫറെന്റ് കണ്ടീഷൻ സപ്ലൈഡ് എന്നാണ്. കണ്ടീഷൻ എന്തോ നീ രക്ഷപ്പെടണം. അത് മതിയല്ലോ. കണ്ടീഷൻ സപ്ലൈ പഠിച്ചാൽ 21ാമത്തെ വയസ്സിൽ ജോലി കിട്ടത്തില്ല എന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. അവരെല്ലാം പഠിച്ച് പാസ്സായി CA-കാരനാണ്. ആൻഡ് നൗ ഹി ഈസ് ട്രൈയിങ് ടു മേക്ക് ഇൻകം ഓഫ് ഹിംസെൽഫ്. അതെ. എടാ, നിന്റെ കഴിവ് എന്തിനാണ്? നിനക്ക് സംസാരിക്കാനാണോ കഴിവ്? യു സ്റ്റാർട്ട് സംതിങ് വിത്ത് ദാറ്റ്. നിനക്ക് ഓടാനാണോ കഴിവ്? നീ മാരത്തോണിലും ഒളിമ്പിക്സിലും മാത്രമല്ല, വേറെ പല വഴികളുണ്ട്. നിനക്ക് എഴുതാനാണോ കഴിവ്? എന്റെ അമ്മ ഇവിടെ വെറുതെ ഹോബിയായിട്ട്, അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയാണ്, വെറുതെ ഹോബിയായിട്ട് എഴുതാൻ തുടങ്ങിയതാണ്. എഴുതി ഇപ്പൊ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ നൗ ഷീ ഈസ് ഇൻവൈറ്റഡ് ബൈ മനോരമ, മാതൃഭൂമിയിൽ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി എഴുതാൻ ഉള്ളത് ചോദിക്കുക. ദാറ്റ്സ് എ ഗുഡ് എമൗണ്ട്. പെയ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് നിങ്ങൾ ഒരു 10 മിനിറ്റ് റൂമിലൊന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. എപ്പോഴും ഈ ഓഫീസിൽ പോയി ചുമ്മാ പെട്രോൾ അടിക്കാനും ആഹാരം വാങ്ങിക്കാനും, നീയൊക്കെ ഇപ്പൊ 10-15 വർഷം ഓഫീസിൽ പോയി ജോലി ചെയ്തിട്ട് നിനക്കൊക്കെ എന്തുണ്ട്? ഒരു 50 ലക്ഷം വീടെടുത്താൽ 50 ലക്ഷം രൂപ കടവും, കാർ എടുത്തവന് 20 ലക്ഷം രൂപ കടവും. ഒരു മാസം നിനക്ക് ജോലി, നീ ഒരു മനുഷ്യനാണ്, ഒരു മൃഗമാണ്. നിന്റെ ജീവിതത്തിൽ ഒരു മാസം നിനക്ക് ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാനുള്ള അനുവാദം ഉണ്ടോ? നിങ്ങളിത് ആലോചിക്ക്. നിനക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു മാസം ലീവ് എടുക്കാൻ നിനക്ക് അവകാശമുണ്ടോ ഈ ഭൂമിയിൽ? മൈക്ക് കണക്കില്ലേ, നീ തീർന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു മാസം ലീവ് എടുക്കാൻ നിനക്ക് അവകാശമില്ല നിന്റെ ജീവിതത്തില്. ആ അവകാശം ഇല്ലാതായത് എങ്ങനെയാണ്? നിനക്ക് അടയ്ക്കാൻ EMIs, നിനക്ക് അടയ്ക്കാൻ ട്രാഫുകൾ, 100 കണക്കിന് സാധനങ്ങൾ നിന്റെ തലയിൽ വന്നു. നീ ആലോചിക്കും. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പോൾ യങ്സ്റ്റേഴ്സ് മാറി ചിന്തിച്ചിട്ടുണ്ട്. പലർക്കും ഇത് അറിഞ്ഞിട്ടും കൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കറിയാവുന്ന ഒത്തിരി പേര് ഇതാണ്, ഇങ്ങനെയാണ്, ജോലിക്ക് പോയാൽ ശരിയാവത്തില്ല, എനിക്ക് ബിസിനസ് ഇൻഡിപെൻഡന്റ് ആവണം, പക്ഷേ ലൈഫ് സർക്കംസ്റ്റാൻസ് കാരണം ഡിപെൻഡന്റ് 9 to 5 ഞാൻ ഒരിക്കലും ബാഡാന്ന് പറയത്തില്ല. ആ പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ ആ പൈസ വെച്ച് അല്ലെ അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും സ്കില്ല് ബിൽഡ് ചെയ്യുക. ആ കിട്ടുന്ന ഇൻകം ഡെയിലി വേറെ എവിടെന്നെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന അന്ന് വരെ മാത്രമേ നീ ജോലിക്ക് പോകാം. ജോലി നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ ആയിരിക്കണം. എവിടെ നീ ജോലി ചെയ്യണം. ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, മറ്റേ കമ്പനിയിൽ പോയി ഒരു മാസം 5 മാസം വർക്ക് ചെയ്തേക്കാം, ആ 5 മാസത്തെ വെച്ച് എനിക്ക്, അല്ലാതെ നിന്റെ ജീവിതമാർഗം ജോലി ആക്കരുത്. പക്ഷെ വേറെ സാധനമുണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, നിനക്കും അറിയാം. They like to go to a 9 to 5. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുക. വെരി ഹാർഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ, ഇത് കാണുന്നവരെന്ന് പറഞ്ഞാൽ ഞങ്ങളും നിങ്ങൾ ഇത് കാണുന്നവരും എല്ലാം ബ്രോക്കീസ് ആണ്.
ആണ്. യെസ്, 100%. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനൊക്കെ ടൈം ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാണ്, നമ്മളെ പോലുള്ളവരെ, ഞാൻ ഇപ്പൊ പറഞ്ഞ മെന്റാലിറ്റിയിലുള്ളവർ കമ്പനി തുടങ്ങി ഉപയോഗിക്കുകയാണ്. അല്ല ബിക്കോസ് നിങ്ങൾ രാവിലെ പോകുന്നത് എന്തോ, രാവിലെ ഓഫീസിൽ പോവാ, അതിൽ ഡോപ്പമിൻ കിട്ടുക. വേറൊരു തന്റെ ഓഫീസിൽ പോയി അവന് കിട്ടുന്ന 5 കോടിയുടെ കോൺട്രാക്റ്റിനകത്ത് 5 കോടി 5 വട്ടം എഴുതി കടയിൽ ഒട്ട് സ്കെയിലിട്ട് വരച്ച് നിനക്ക് 1000 രൂപയാണ് കിട്ടുന്നത്. അതിൽ നിന്ന് നിനക്ക് എന്ത് ഡോപ്പമിനാണ് കിട്ടുന്നത്? ഇതിൽ പ്രൗഡ് ആവുന്ന കുറെ ആൾക്കാരുണ്ട്. എന്റെ കമ്പനി ഇന്നത് അടിച്ചു, എനിക്ക് നിന്റെ ഏത് കമ്പനി? എടാ, നിന്റെ കമ്പനിയുടെ മുതലാളി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വെനിസിലും വ്യാഴാഴ്ച വൈകിട്ട് ഫിലോഡൽഫിയയിലുമാണ്. ഗോൾഫിങ്ങിനും നല്ല എടാ, മറ്റേ നമ്മൾ അത് കേട്ടില്ലേ, ഈ ബില്യണേഴ്സ് ഒക്കെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് US-ല് ആരാ, മറ്റേ കെൻഡലോ കൈലിയോ, മറ്റേ കാർഡാഷ്യൻസ് കുറച്ച് ബോഡിയുള്ള അവരൊക്കെ, എടാ അവർക്ക് രാത്രി ക്രേവിങ്സ് വരുമ്പോ കാലിഫോർണിയയിൽ നിന്ന് രാത്രി ഇറ്റലിയിലോട്ട് ഫ്ലൈ ചെയ്യും, ഇറ്റാലിയൻ ചീസ് കേക്ക് കഴിച്ചിട്ട് അവിടെ പോയി ഇറങ്ങി കഴിച്ചിട്ട് രാവിലെ തിരിച്ചു വരും. അത് പാതി കഴിച്ചിട്ട്. മനസ്സിലായോ? അങ്ങനെ ജീവിക്കുന്നവരുള്ള ലോകത്താണ് നീ ജീവിക്കുന്നത്, ഞാനും ജീവിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ്, കട്ട് ഇറ്റ് ഓഫ് ആൻഡ് ഗോ. ഇത് പറയുന്നത് മനസ്സിലാവുന്നവർ ചിലവരുണ്ട്. ഞങ്ങളുടെ ചാനലില് ജോയിൻ ചെയ്തവർക്ക് ഇത് മനസ്സിലാവാൻ ചാൻസ് കൂടുതലാണ്. റാൻഡമായിട്ട് ഇത് കാണുന്നവർക്ക് മനസ്സിലാവാൻ ചാൻസ്. എന്തായാലും കമ്മ്യൂണിറ്റിയിൽ കയറാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു മറ്റേ കമ്മ്യൂണിറ്റിക്കാരുടെ പൈസ വാങ്ങിക്കുക, ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നിങ്ങൾ അവിടെ വരിക, ഇതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങളെ പോലെ ഒരാളാണ് ഞാൻ. മറ്റേ ഗ്രൂപ്പ് ലീഡർ, അഡ്മിൻ, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞാൻ ഡൗട്ടുകൾ ചോദിക്കുക. എനിക്ക് പലപ്പോഴും ഡൗട്ടുകൾ പറഞ്ഞു തരുന്നത് പല ബ്രോസുകളാണ്. ജോസ് ബ്രോ, നമ്മുടെ സോണി ബ്രോ, സനീഷ് ബ്രോ, ഇവരെല്ലാം കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. പലർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കരിയർ ഗൈഡൻസ് കൊടുക്കുകയാണോ ജോബ് കിട്ടിയാനോ ഒന്നുമല്ല. ബ്രോ അങ്ങനെ ഒരു UFO കണ്ടല്ലോ, എന്തായിരിക്കും? അപ്പൊ ആ UFO പറ്റി അന്ന് ചർച്ച ചെയ്യും. ബ്രോ എന്താണ് എപ്സ്റ്റീൻ ഐലൻഡ് എന്താണ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള വലിയ ചർച്ചകൾ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പാണ്, ചർച്ചാ ഗ്രൂപ്പ് ഒന്നുമല്ല. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അതും സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ ഗൈസ്, എനിക്ക് നിങ്ങളുടെ വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് കറൻസി എ മാൻ ഹാസ്? ടൈം. അറ്റൻഷൻ ആൻഡ് ടൈം അല്ലേ? ആൻഡ് ആ ഒരു റിയലൈസേഷൻ മുക്കാൽ ആൾക്കാർക്കും ഇല്ല. എനിക്ക് കാശ് നിനക്ക് സത്യം, നിന്റെ ടൈം കളയാതെ നീ ഉണ്ടാക്കുവാണെങ്കിൽ യു ആർ ദ മോസ്റ്റ് സക്സസ്ഫുൾ മാൻ എവർ. യു ആർ നെവർ റിച്ച് അണ്ടിൽ യു മേക്ക് മണി വൈൽ സ്ലീപ്പിംഗ്. ഫോൺ കാരണം എനിക്കറിയാം. ഞാനിപ്പോ ഇവിടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുക, എനിക്ക് ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്, എഡിറ്റ് പെൻഡിങ് ഉണ്ട്. പക്ഷെ 2 മിനിറ്റ് ഫോൺ പിന്നെ പോവാ. ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞില്ല, അല്ല നമ്മളിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണേലും 1 മിനിറ്റ് നമ്മൾ സംസാരിക്കാതിരുന്ന തോട്ട്സ് പോവാ. അതിന്റെ മെയിൻ പ്രശ്നം ഒട്ടും അറ്റൻഷൻ കൊടുക്കാതെ, ഒട്ടും എഫേർട്ട് ഇട്ട് അറ്റൻഷൻ കൊടുക്കാതെ ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ തരുന്ന ഒരു സാധനം. അല്ല ഞാൻ ഇവനോട് പറഞ്ഞു എല്ലാം സ്ക്രോളിങ്. എല്ലാം സ്ക്രോൾ ചെയ്തു. കാരണം ഓരോ റീലും ഓരോ പുതിയ കണ്ടന്റ്, ഓരോ ടോപ്പിക് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുവാണ്. അത് സത്യം. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു PDF അയച്ചു കൊടുക്കാൻ വേണ്ടി ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയാതെ റിയലൈസ് ആവും, ഹൗ ഡിഡ് ഐ ഗെറ്റ് ഹിയർ എന്ന് നിങ്ങൾ ചോദിക്കണം. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓൺ ആക്കുന്നത് പലപ്പോഴും അറിയുന്നില്ല, ഇല്ലേ? സത്യം. നമ്മൾ സ്ക്രോൾ ചെയ്ത് എന്റെയും ഇതെങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ എത്തി, ഞാൻ മറ്റേ ഫോൺ എടുത്തെന്ന് ചിന്തിക്കും. അതൊരു ഭയങ്കര കാര്യമാണ്. അപ്പൊ നമുക്ക് ഞാൻ മനസ്സിലായി, നമുക്ക് കുറച്ച് ഫേക്ക് ഡോപ്പമിൻസ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. എനിക്ക് മനസ്സിലാക്കി അല്ല, ലൈക്ക് എന്താ പറയാ, അതിലൊരാൾ അച്ചീവ് ചെയ്യുന്ന റീല് കാണുമ്പോൾ എനിക്ക് ഞാൻ അച്ചീവ് ചെയ്ത പോലെ ഡോപ്പമിൻ കിട്ടുന്നുണ്ട്. പല എഡിറ്റ്സും കാണുമ്പോഴത്തേക്ക് ഞാൻ അതിലൊരു അഡിക്ഷൻ കണ്ടെത്തുന്നുണ്ട്. നമ്മളിപ്പോ തോന്നുന്നു ഈ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ, അത് ഞാൻ ഐ എം നോട്ട് ലെഫ്റ്റ് ഔട്ട്, എന്റെ കണക്ക് ചിന്തിക്കുന്ന ഒരാളിലും ഉണ്ട്. മനസ്സിലായോ? ആ ഒരു രീതിയിൽ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം ഹാസ് ഗ്രോൺ സോ മച്ച് ദാറ്റ് നിങ്ങൾക്ക് വേറെ കാര്യം അറിയോ, ഐഫോൺ ടേക്സ് an infrared picture of you every 4 seconds. അറിയോ? അത് ലൈക്ക് ഒരു എക്സ്പെരിമെന്റ് നടത്തിയാണല്ലോ. നിങ്ങൾക്ക് അത് ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഐഫോൺ എടുക്കുന്ന വഴി ഫോൺ റെക്കോർഡ് സ്വിച്ച് എത്തിപ്പോയതാണ്. ഓക്കെ, നിങ്ങൾ ഒരു ഐഫോൺ എടുക്കുക, എന്നിട്ട് നിങ്ങൾ വേറൊരു ഫോണിന്റെ ക്യാമറ, ഒരു ഇരുട്ട് റൂമിൽ പോയിട്ട് ഐഫോണിന്റെ ക്യാമറ വെറുതെ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ക്യാമറ ഒന്നും ഓൺ ആക്കണ്ട ഐഫോണിൽ.
വേറൊരു സാംസങ്ങോ വിവോയോ എടുത്തിട്ട് ഐഫോണിനെ ഇരുട്ടിൽ ക്യാപ്ചർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ മോളിൽ നിന്ന് ഓരോ 4 സെക്കൻഡ് 5 സെക്കൻഡിൽ ഒരു ഫ്ലാഷ് അതാ IR blaster. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഐഫോൺ ഓൺ ആക്കുമ്പോൾ ഒരു 350 പേജ് സ്ക്രോൾ ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് വിടുമല്ലോ. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്തുണ്ട് ഇറ്റ് ഈസ് യു ആർ അലോയിങ് ഐഫോൺ ടു ടേക്ക് യുവർ പിക്ചർ എവറി 4 സെക്കൻഡ് ഓഫ് യുവർ ലൈഫ്. എവറി 4 സെക്കൻഡ് ഓഫ് യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി റീഡിങ് ഹൂ ഇസ് യു. നീ ചിരിക്കുവാണോ, നീ കരയുവാണോ, നിന്റെ അപ്പുറത്താരാണ്, ലെഫ്റ്റിലാണ്, നിന്റെ വീട് ഏതാണ്, നിന്റെ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, നീ വെളിയിലാണോ വെയിലാണോ മഴയാണോ, ഇതെല്ലാം എടുത്തിട്ട് വെൻ യു ഓപ്പൺ ഇൻസ്റ്റാഗ്രാം ഈ ഡേറ്റ എല്ലാം ആർക്കാ സെല് ചെയ്യുന്നത്? ബിഗ് കമ്പനീസ് ആയ ആമസോണിനും മെറ്റയ്ക്കുമാണ് സെല് ചെയ്യുന്നത്. എന്നിട്ട് നീങ്ക ഇപ്പൊ ഒന്ന് ചുമ്മാ ഇരുന്ന് കരയുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം ഓൺ ആക്കിയാൽ ഒരു പോസ്റ്റുകൾ വരും, ക്രൈയിങ് മേക്സ് യു സ്ട്രോങ്ങർ, യു ആർ നോട്ട് ലെഫ്റ്റ് അലോൺ. ഈ സാധനങ്ങൾ ആഡ് ആയിട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചീപ്പ് ഡോപ്പമിൻ അല്ലെങ്കിൽ ഫേക്ക് ഡോപ്പമിൻ തന്ന് നിന്നെ അവിടെ പിടിച്ചിരുത്തുവാണ്. ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങളെ ഓരോ ആഡ്, യൂട്യൂബിനെക്കാട്ടിയും പൈസ ഫേസ്ബുക്കിലാണ്, നിങ്ങൾക്ക് അറിയുമോ? യൂട്യൂബിനെക്കാട്ടിയും പൈസ പോസ്റ്റിനും വീഡിയോയ്ക്കും ഫേസ്ബുക്കാണ് കൊടുക്കുന്നത്. ബിക്കോസ് നിന്റെ ടൈം 15 മിനിറ്റ് എങ്കിൽ 15 മിനിറ്റ് നിന്നെ വേറെ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ഇരുത്താതെ, നീ വേറെ ഒന്നും, നീ നിന്റെ ബിസിനസിനെ പറ്റി ചിന്തിക്കാതെ നീ ടോം ആൻഡ് ജെറി കണ്ട് കിണിച്ചോണ്ടിരിക്കുവാണെങ്കിൽ they are people investing in this എന്ന് പറഞ്ഞാൽ ബ്രോക്കീസ് 15 മിനിറ്റ് നിന്റെ വീഡിയോ കാണുവാണെങ്കിൽ നിനക്ക് ഞാൻ $5 തരാം. അതാണ് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഡീൽ. അതിനാണ് ക്രിയേറ്റേഴ്സിന് പൈസ കൊടുക്കുന്നത്. എന്തിനാണ്? നമ്മളെ പോലുള്ളവർ സ്വന്തം ബിസിനസ്സിനെയോ സ്വന്തം ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ചിന്തിക്കരുത്, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കരുത്. നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം. അതിന് കാശ് മുടക്കുവാണ് വലിയ കമ്പനീസ്. എന്തിനാണ്? നിങ്ങൾ ചിന്തിച്ച് വെളിയിൽ വരാതിരിക്കാൻ. സോ ഗൈസ് 1 മിനിറ്റ് 1 അവർ മാർക്ക് ഇപ്പൊ അടിക്കും. 1 hour ആയില്ല, 1 hour ആയി. സോ ഇതിന്റെ കണ്ടിന്യൂവേഷൻ എപ്പിസോഡ് അടുത്തതിനകത്തുണ്ട്. അടുത്തതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ: 1 മീട്രിക്സ്, 2 ബാഡീസ്, 3 സച്ചിൻ ആയിരിക്കും അടുത്ത എപ്പിസോഡ് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോ തന്നെ ഷൂട്ട് ചെയ്യും. ഞങ്ങളൊരു ബ്രേക്ക് എടുത്തൊരു കോഫി കുടിച്ചിട്ട് തിരിച്ചു വരും. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡ് ഈ ഒരു സാധനത്തിൽ നിന്നൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ട്രാപ്പ് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ട്രാപ്പിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരണമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഒരു ഹുക്ക് കൊടുത്തോ? അത് അടുത്ത വീഡിയോ കാണാം. ഞാൻ ഹുക്ക് ഇട്ട ബാഡീസിന്റെ ഒരു ബാഡി കഥ വരുന്നുണ്ട്. നിന്റെ ബാഡിയാണോ അതോ എനിക്കും പറയാനുണ്ട്.